ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ 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 രാമ രാമ ഹരേ ഹരേ. ഗുരുവായൂരപ്പ, ശ്രീമദ് ഭാഗവതത്തിന്റെ സ്കന്ദപുരാണ മഹാത്മ്യത്തിലെ ആദ്യത്തെ അധ്യായം വായിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവത മഹാത്മ്യം സ്കന്ദപുരാണാന്തർഗതം അഥ പ്രഥമോധ്യായ. വ്യാസ ഉവാച. ശ്രീ സച്ചിദാനന്ദഘനസ്വരൂപിണേ കൃഷ്ണായ ചാനന്ദസുഖാഭിവർഷിണേ വിശ്വോദ്ഭവസ്ഥാന നിരോധഹൈരവേ നമോ വയം ഭക്തിരസാപ്തയേ നിശം നൈമിഷേ സൂതമാസേനമഭിവാദ്യ മഹാമലിം കഥാമൃതരസാസ്വാദകുശല ഋഷയോ ബ്രുവൻ. ശ്രീ സച്ചിദാനന്ദ ഘനസ്വരൂപിണെ. പഴയ ആഞ്ഞൊക്കെ സച്ചിദാനന്ദക്കട്ടെ എന്ന് വിളിക്കാറുണ്ട്. അത് ഈ മഹാത്മ്യത്തിലെ പേരുപയോഗിച്ചിട്ടാവും എന്ന് വിചാരിക്കുക. ഋഷയ ഊജോ വജ്രം ശ്രീ മാധുരേ ദേശേ സ്വപൗത്രം ഹസ്തിനാപുരേ അഭിഷ്യഗതേ രാജ്ഞേ തൗ കഥം കിം ചക്രതോ. സൂത ഉവാച. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. മഹാപദം ഗതേ രാജ്ഞേ പരീക്ഷിൽ പൃഥിവീപരി ജഗാമമധുരാം നിപ്രാപതിനാപതി ദീക്ഷയാം. പിതൃവ്യമാഗതം ജ്ഞാത്വാ വജ്രപ്രേമപരിപ്ലുത അഭിഗമ്യാഭിവാദ്യാധാനിനായനജ മന്ദിരം പരിഷുജ്യ സതം വീര കൃഷ്ണേകഗതമാനസാരോഹിണ്യദ്യാ ഹരേ പത്നീർ ഭവന്തായതനാഗത. താഭിസമ്മാനിതോത്യർത്ഥം പരീക്ഷിൽ പൃഥിവീപതി വിശ്രാന്ത സുഖമാസേനോ വജ്രനാഭമോവാചഃ. പരീക്ഷിരുവാച. താതാ ത്വൽപിതൃഭിർനോ നമസ്മൽപിതൃപിതാമഹൈ ഉദ്ധതാ ഭൂയ ദുഃഖൗഘാദഹം ച പരിരക്ഷിതാ. ന പാരയാമ്യഹം താതാ സാധുകൃത്വോപകാരിതാ. ത്വാമത പ്രാർത്ഥയാമ്യംഗാ സുഖം രാജ്യേനുജ്യതാം. കോശസൈന്യാദിരാ ചിന്താ തഥാരിതമനാജിജാ. മനാഗതനകാര്യാപ്തേ സുദേവ്യാ കിന്തു മാതരാം. നിവേദ്യമൈ കർത്തവ്യം സർവാദിപരിവർജനം. ശ്രുത്വൈതൽ പരമപ്രീതോ വജ്രസ്ഥം പ്രത്യുവാചഃ. വജ്രനാഭോവാച. രാജന്യുജിതമേതത്തെ യദസ്മാസു പ്രപാർഷ്ടേ ത്വൽപിത്രോപകൃതശ്ചാഹം ധനുർവിദ്യാ പ്രധാനതാ. തസ്മാന്നാത്വാപി മേ ചിന്താ ക്ഷാത്രം ദൃഢമുപേയുഷാ. കിന്ത്വേകാ പരമാ ചിന്താ തത്ര കിഞ്ചിൽ വിചാര്യതാ. മാധുരേത്വിഷിക്തോപേ സ്ഥിതോഹം നിർജനെ വനെ കൃപതാ വൈ പ്രജാത്പ്രത്യായത്ര രാജ്യം പ്രരോചതേ. ഇത്യുക്തോ വിഷ്ണുരാധസ്തു നന്ദാദീനാം പുരോദിതം ശാണ്ഡില്യമാരുഹാവാശോ വധൃതം ദേഹനുത്തയേ. അധോർജം നിഹായാശു ശാണ്ഡില്യ സമുപാഗ്രാ പൂജിതോ വധൃനാഭേന നിഷസാദാസനോത്തമേ. ഉപോദ്ഘാതം വിഷ്ണുരാധശ്ചകാരാശു തതസ്ത്വതോ വാചപരമപ്രീതസ്താവോ ഭവോ പരിതാം ദ്വയം. ശാണ്ഡില്യ ഉവാച. ശൃണുതം ദത്തചിത്തൗ മേ രഹസ്യം വ്രജഭൂമിജം വ്രജനം പ്രാപ്തിരിത്യുക്ത്യാ വ്യാപനാൽ വ്രതമുച്യതേ. ഗുണാതീതം പരം ബ്രഹ്മ വ്യാപകം വ്രതമുച്യതേ. സദാനന്ദം പരം ജ്യോതിർമുക്താനാം പരമവ്യയം. തസ്മിന്നന്താത്മജ കൃഷ്ണ സച്ചിദാനന്ദ സദാനന്ദാംഗവിഗ്രഹ. ആത്മാരാമശ്ചാപ്തകാമ പ്രേമാപ്തൈരനുഭൂയതേ.
आत्मादुराधिका तस्या तयैव रमादसो आत्मा रामदया प्राज्ञे प्रोक्षिते गुडवेदिवे कामास्तु वाञ्छितास्तस्या गावो गोपाश्च गोपिका नित्या सर्वे विहाराद्या आप्तकामस्तदस्त्वयं रहस्यं तुदमेदस्या प्रकृते परमुच्यते प्रकृत्या खेलदस्तस्या लीलान्यैरनुभूयते सर्गस्येत्याप्त्या यत्र रजसत्तमगुणे लीलेवं द्विविधा तस्या वास्तवे व्यावहारिके वास्तवे तत्स्वसंवेद्या जीवानां व्यावहारिके आद्यां विना द्वितीयानाद्विकाकृतिल् युवयोर्गोदरेयं तु तल्लीला व्यावहारिके यत्र भूरादयो लोका भुवि मातृमण्डलम् अत्रैव व्रजभूमिः सा यत्तत्त्वं सुगोपितं भासते प्रेमपूर्णानां कदाचिदपि सर्वदा कदाचिद्वापरस्यां देहो लोलाधिकारिणा समवेदाय यदात्र स्योर्यथैदानीं तदा हरे स्वे सहावदरे स्वेषो समावेशार्थमीप्सिता तदा देवादयोक्तेऽन्ये अवतरन्ति समन्तता सर्वेषां वाञ्छितं कृत्वा हरिरन्तर्हितो भवेत् त्रिविधा लोकासिला पूर्वं न संशया नित्यास्तल्लिप्सवश्चैव देवाद्याश्चेरिभेददा देवाद्यास्तेषु कृष्णेन द्वारकां प्रापिता पुरा पुनर्मौसुमार्गेण स्वाधिकारेषु चापिता तल्लिप्सोंश्च सदा कृष्णप्रयमानन्दैकरूपिणा विधाय स्वीयनित्येषु समावेशितवांस्तदा नित्या सर्वेऽप्ययोग्येषु दर्शनाभावतां गता व्यावहारिकलीलास्थास्तत्रयं नाधिकारिणा पश्यन्त्यत्रागतास्तस्मान्निर्जनत्वं समन्तता तस्माच्चिन्ता न ते कार्यावचनावन्मदात्मया वासयात्र बहवन् ग्रामान् संसिद्धिस्ते भविष्यति गुरुवायूरप्प कृष्णलीलानुसारेण कृत्वा नामानि सर्वदा त्वया वासयता ग्रामान् संसेव्या भूयम्बरा गोवर्धने देकुरेवरायां महावने नदीग्रामे बृहत्सानौ कार्या राज्यस्थितिस्त्वया नद्यद्रिद्रोणिकुण्डादिकुञ्जान् संसेवतस्तवा राज्ये प्रजासु सम्पन्नास्त्वं च प्रीतो भविष्यसि सच्चिदानन्दभूरेश त्वया सेव्या प्रयत्नदा तव कृष्णस्थलान्यत्र स्फुरन्तु निरग्रहात् वज्रा संसेवनादस्या उद्धवस्त्वां विनेष्यति ततो रहस्यमेतस्मात् प्राप्स्यसि त्वं समादृकाम् एवमुक्त्वा च चाण्डिल्यो कृष्णमनुस्मरन् विष्णुरादोद्धवज्रश्च परां प्रीतिमवापतु श्रीकृष्णाय नमः इति श्रीस्कान्दे महापुराणे काशीसहस्र्यां संहितायां तृतीये वैष्णवखण्डे श्रीमद्भागवतमाहात्म्ये शाण्डिल्योपदिष्टव्रजभूमिमाहात्म्यवर्णनं नाम प्रथमोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनम् गोविन्द गोविन्द हरि गुरुवायूरप्प हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे മൈത്രേയ മഹർഷിയുടെ മുമ്പിൽ ഒരു ഉണ്ണിയായിരുന്നു കൊടുക്കുന്ന വിതുരമഹാശയൻ സാക്ഷാൽ യമധർമ്മരാജാവാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ ഉണ്ണിയെ ആ യമധർമ്മരാജാവായിരിക്കുന്ന ധർമ്മരാജാവിന് ശ്രീഗുരുവായൂരപ്പൻ്റെ കഥകളെ പറഞ്ഞു കൊടുക്കുന്നതായ ആ മഹാത്മാവായ മൈത്രേയ മഹർഷി ആ രണ്ടുപേരുടെയും ഇടയിൽ ഒരല്പസമയം കൂടി നമുക്ക് ഗുരുവായൂരപ്പ അനുഗ്രഹിച്ചു തരാൻ കാണിക്കുന്ന കാര്യത്തിന് നമസ്കാരം എന്ന് പറയാം. ഹരേ ഗുരുവായൂരപ്പ. എപ്പോഴാച്ചാ നിർത്തുമ്പോ അപ്പ അടുത്ത അധ്യായം വായിക്കാം. എപ്പോഴാച്ചാ നിർത്തുമ്പോ അപ്പ അടുത്ത അധ്യായം വായിക്കാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം
ഗോവിന്ദ ഗോവിന്ദ. പാദഭജനത്തിന്റെ മാഹാത്മ്യം, ആ പാദസേവ എങ്ങനെ വേണം എന്ന് മൈത്രേയ മഹർഷി വിതുരനെ ഉപദേശിക്കുന്ന ഭാഗമാണ്. പാനേന തേ ദേവകഥാസുധായ പ്രവൃദ്ധഭക്ര്യാഹ്യശദാശയായ വൈരാഗ്യസാരം പതിരഭ്യബോധം തഥാഞ്ജസാന്യുരഗുണ്ഠധിഷ്ണ്യം. ഭഗവാന്റെ ആ പാദത്തെ സേവിക്കാൻ, ആ പാദത്തെ കുടിക്കാനാണ് ഇവിടെ മൈത്രേയ മഹർഷി മതിയാവോളം കഥയാകുന്ന അമൃതനെ അവിടെ സേവിക്കുക. കുറെ അവിടെ സേവിച്ച് ഭഗവാന്റെ കഥകള്, അവതാര ലീലകളെ കാതിൽ കൂടി കേട്ട് 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 ഹൃദയത്തിൽ ഉറപ്പിക്കാൻ സാധിക്കും. ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ആവില്ല. പല പ്രാവശ്യം കാതിൽ കൂടി കേട്ടാൽ കേൾക്കണം തോന്നും. അങ്ങനെ കേൾക്കണം തോന്നിയാൽ ആ ജീവന് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് അത് ഹൃദയത്തിൽ ഉറയ്ക്കാൻ സാധിക്കും. അങ്ങനെ ഭഗവാന്റെ ആ പാദം ഹൃദയത്തിൽ ഉറച്ചുകൊണ്ട് ആ പരാഭക്തിയോടുകൂടി പ്രവൃദ്ധ ഭക്തിയാശദാശയായ പരാഭക്തിയിൽ കൂടി വിഷയങ്ങളൊക്കെ തന്നാലെ ഇല്ലാതേക്കും. തന്നാലെ വിഷയങ്ങളൊക്കെ പുറത്തേക്ക് പോവുകയും ചെയ്യും. ഒരു ക്ലേശവും കൂടാതെ, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് ആ ഒരു വിഷമവും ഇല്ലാത്ത, കുണ്ഠത ഇല്ലാത്ത ആ വൈകുണ്ഠ ലോകത്തെ, ഭഗവാന്റെ ലോകത്തെ പ്രാപിക്കാൻ സാധിക്കും. ഒരു ക്ലേശവും കൂടാതെ. അത് ഈ കഥ കേട്ടാൽ മാത്രം മതി. ഭക്തിയിൽ കൂടി കഥകൾ കേട്ട് ഭക്തി അങ്ങനെ പൂർണ്ണമായി കഴിഞ്ഞാൽ ആ ഭക്തിയിൽ കൂടി ജ്ഞാനവൈരാഗ്യങ്ങൾ പൂർണ്ണമാവും. അങ്ങനെ ജ്ഞാനവൈരാഗ്യങ്ങൾ ഭക്തിനിധം പൂർണ്ണമായി കഴിഞ്ഞാൽ പുരുഷാർത്ഥത്തില് പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് കിട്ടാൻ സാധിക്കുന്നു മൈത്രേയ മഹർഷി. അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അത് കാശിയാണ് വേണ്ടതെന്ന്. തഥാപരേകാത്മസമാധിയോഗബലേന ജിത്വാ പ്രകൃതിം ബലിഷ്ഠാം ത്വാമേവ ധീരാ പുരുഷം വിശന്തി തേഷാം ശ്രമാസ്യാന്നതു സേവയാതേ. ഈ ഭക്തി പോലെ തഥാ അപരമായ മറ്റു മാർഗങ്ങളൊന്നും ഭക്തി പോലെ എളുപ്പമല്ല. മറ്റോ ജ്ഞാനമായാലും കർമ്മമായാലും ഒക്കെ ക്ലേശകരമാണ്. ഭക്തി ഒരു ക്ലേശവുമില്ല. അതും ഭക്തിയോഗത്തിൽ കൂടിയിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് എല്ലാവരും കൂടി ബലേന വിദ്വാ പ്രകൃതിം ബലിഷ്ഠ, തൻ്റെ ശക്തി കൊണ്ട് ഈശ്വരനെ സേവിക്കാൻ ശക്തി കൊണ്ട് മറ്റ് ഇന്ദ്രിയ വിഷയങ്ങളെ, പ്രാകൃതിക വിഷയങ്ങളൊക്കെ ജയിക്കാൻ സാധിക്കും. അതും ജിത്വ പ്രകൃതിയും ജിത്വ, പ്രകൃതി വിഷയങ്ങളെ ജയിക്കാൻ സാധിച്ച് ആ പരാഗം നേടിക്കഴിഞ്ഞാൽ ധീരനാവാൻ സാധിക്കുന്നതാണ്. സ്വാമേവ ധീര, അങ്ങനെയുള്ള ആളാ ധീരൻ. ധീരൻ ആരാണെന്ന് ധീരസ്കന്ധം തെളിങ്ങുമ്പോൾ വർണ്ണിച്ചിട്ടുണ്ട്. ധീരൻ ആരാന്ന് വെച്ചാൽ ഇതെല്ലാം വിട്ട് ഈശ്വരനെ സേവിക്കാൻ പോവാൻ സാധിക്കുന്ന ആളാണ്. എല്ലാ ക്ലേശത്തെയും ഇല്ലാതാക്കി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ കണ്ട് ഭക്തി മാർഗത്തിൽ കൂടിയിട്ട് മറ്റു മാർഗമൊന്നും നോക്കാതെ കണ്ട് ഭക്തിയിൽ കൂടിയിട്ട് ആ സ്വരൂപം അവനവനുള്ള തന്നെ ശോഭിക്കുന്ന ശ്രീഹരിയെ മനസ്സിലാക്കിയിട്ട് ഗീതയിൽ പറഞ്ഞ കാര്യം തന്നെ തേഷാം അത് ശ്രമിക്കണം. ശ്രമിക്കാൻ അർജുൻ തന്നെ അവിടെ ആയുധം വെച്ചപ്പോൾ അർജുന നീയൊന്നും അല്ല വാസ്തവം യുദ്ധം ചെയ്യുന്നത് ബോധ്യപ്പെടുത്തിയ കൂട്ടത്തില് ഭഗവാൻ നമ്മളെ ബോധ്യപ്പെടുത്തും. ഞാൻ തന്നെയാണ് എൻ്റെ ഉള്ളിൽ ശോഭിക്കുന്ന ആള്, വേറൊന്നും ചിന്തിക്കണ, എന്നെ തന്നെ സർവാത്മന ആശ്രയിച്ചാൽ മതി, പരമസുഖത്തിന് അത് മാത്രം മതി എന്ന് ഭഗവാൻ തന്നെ നമ്മളെ ബോധ്യപ്പെടുത്തേണ്ടിരിക്കും. അങ്ങനെ ബോധ്യപ്പെട്ടുള്ള ആൾക്കാരെ ഭാഗവതം വായിക്കുമ്പോൾ കൂടുതൽ അത് ആസ്വാദ്യകരമായി. അതിൽ കൂടിയിട്ട് ഒരു ക്ലേശവും ഇല്ലാതെ കണ്ടാണ് ഭഗവാനെ പ്രാപിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തത്തേവയം ലോകദൃക്ഷയാത്മഭിസ്മ സർവേ വിയുക്താസ്വവിഹാരതന്ത്രം നക്രുമസ്തൽ പ്രതിഹർത്തവേതേ. ഭക്തിയോഗമല്ലാതെ കണ്ട്
ഭക്തി കൊണ്ടല്ലാതെ കണ്ട് പുരുഷാർത്ഥത്തെ കിട്ടില്ല. ഇനി കിട്ടിയാലും പരമപുരുഷാർത്ഥമായ മോക്ഷത്തെ ഭക്തി ഇല്ലാതെ കണ്ട് കിട്ടില്ല. ആ ഭക്തിയാണ് നേടേണ്ടത്. ആ ഭക്തിക്ക് വളരെ പ്രധാനമായ മാർഗമാണ് ഈശ്വര സേവ. അങ്ങനെ ഈശ്വര ഭക്തിയിൽ കൂടി ഈശ്വരനെ സേവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഭഗവാന്റെ സൃഷ്ടിലീലയെ പറ്റിയിട്ട് പറയാൻ പുറപ്പെടുക. അങ്ങനെ പറയാൻ പുറപ്പെടുമ്പോൾ ആദ്യം ഭഗവാനെ ഉൾക്കൊള്ളാൻ സാധിക്കണം. അങ്ങനെ ഉൾക്കൊള്ളാൻ സാധിക്കാൻ ഭവിച്ചാൽ ലോകവൃക്ഷയാദ്യ വയം ലോകവൃക്ഷയാദ്യ നമ്മളൊക്കെ ഭഗവാന്റെ സൃഷ്ടിയിൽപ്പെട്ട ആൾക്കാരാണ്. ബോധ്യമായിട്ട് ആ സത്വാദി 3 ഗുണങ്ങളും ഭഗവാന്റെ അംശം തന്നെയാണെങ്കിലും അതൊന്നും തമോ ഗുണത്തെയും രജോ ഗുണത്തെയും മാറ്റി സത്വഗുണത്തെ ഉറപ്പിക്കാൻ സാധിക്കാം. അങ്ങനെ സത്വഗുണത്തെ ഉറപ്പിക്കാൻ സാധിച്ചാൽ വാസ്തവം ഈ സൃഷ്ടിരാതി ലീലകള് വായിക്കലും ഭഗവാന്റെ സൃഷ്ടിയും അത് നമ്മൾ ആസ്വദിക്കാവും. സർവേ വിയുക്താണ്. വിശേഷേണൊരു കളിയായിട്ട് ചിലപ്പോ സൃഷ്ടി പറയാൻ താല്പര്യമാണ്. സൃഷ്ടി പറയാൻ നിശ്ചയില്ലാത്ത സൃഷ്ടി പറയുന്നത് എങ്ങനെ നിശ്ചയില്ല. സൃഷ്ടി പറയാൻ അത് രസമായിട്ട് പറയാൻ സാധിക്കും. ഭഗവാന്റെ കളി പോലെ ഇത് വാസ്തവം സൃഷ്ടി തീര ഭഗവാന്റെ കളി തന്നെയാണ്. അത് കളിയെന്ന് പറയുമ്പോൾ സർവേ വിയുക്ത സ്വവിഹാരതന്ത്രം പ്രതിഹർത്തവേദേ. എന്നാൽ അതിന് ചില ആൾക്കാർക്ക് അത് പറ്റില്ല. സൃഷ്ടിയെ പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ഭഗവാന്റെ കഥയെ പറയാൻ പറ്റും. സൃഷ്ടി മായയായി ബന്ധപ്പെട്ടതാണ്. അത് അവർക്ക് താല്പര്യമില്ല. അതാണ് മായയിൽ ബന്ധപ്പെടാൻ താല്പര്യമില്ല. ഭഗവാനായിട്ട് ബന്ധപ്പെടാൻ പറ്റുള്ളൂ. അപ്പൊ ചിലർക്ക് ഭഗവാൻ ലീല പറയുമ്പം മറ്റൊരു സൃഷ്ടിയെ പറ്റി പറയും. അപ്പൊ സൃഷ്ടിയെ പറ്റിയിട്ട് മനസ്സിലാക്കി പറഞ്ഞാലും അതും ഭഗവാന്റെ ലീല തന്നെയാണ്. ഭഗവാൻ സൃഷ്ടിക്കുന്നുണ്ട്, കാരണം രക്ഷിക്കുന്നുണ്ട്, കഴിഞ്ഞാൽ അത് പൊട്ടിക്കുന്നുമുണ്ട്. ഇത് നേരായി കൂട്ടിക്കൊണ്ടുവന്ന് കുറച്ചാലും നോക്കും. അത് കഴിഞ്ഞാൽ അത് പൊട്ടിച്ച് ഭഗവാന്റെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത പോലെ തന്നെയാണ് ഈ ഭഗവാന്റെ ലീലകളെന്ന് അങ്ങനെ തന്നെ വന്നു. അങ്ങനെ തന്നെ ഒരു കളിക്കുന്ന പോലെ ഇത് ഭഗവാൻ യാതൊരു ബന്ധവും ഇല്ലാതെ കണ്ട് ഭഗവാൻ ചെയ്യണമെന്ന്. അങ്ങനെയുള്ള ഭഗവാന്റെ ലീലകള് ഇന്ദ്രിയാദി വിഷയങ്ങളെ കൊണ്ട് മനസ്സിലാക്കി അതൊന്നും ഇന്ദ്രിയങ്ങളെ ഇട്ട് ഭഗവാനെ രക്ഷിക്കാൻ സാധിക്കുന്നുണ്ട്. യാവത്പെരിം തേജ ഹരാമകാലേ യഥാവയഞ്ചാന്നമധാമയത്ര യഥോപയേഷാം തൈമേഹി ലോകാപിരിം ഹരന്വന്നമധം ജനൂഹ. എങ്ങനെ ജ്ഞാനം സമ്പാദിക്കണം? യാവത്പെരിം തേജ ഹരാമകാലേ യഥാവയം ചന്നമധാമയത്ര. ഇവിടെ ഉണ്ടായതൊക്കെ നശിക്കുന്നതാണ് എന്ന ഭാവത്തില് ഭഗവാനാണെങ്കിൽ ജനിക്കാത്ത ആളാണ്. ഭഗവാൻ നാശമില്ലാത്തവൻ. നാശമില്ലാത്ത ഭഗവാന്റെ പോലെ തന്നെയാണ് ഭഗവാന്റെ ലീലകളും. ഒരു നാശവും ഇല്ലാണ്ട് ഇങ്ങനെ കരികാലം അതിക്രമിക്കുന്നതോറും ഈ ലീലയ്ക്ക് യാതൊരു മാറ്റമില്ല. അതുപോലെ കൂടി വരുന്ന ഭഗവാന്റെ ലീലകളെ ഭഗവാനെ വേണ്ട പോലെ പൂജിക്കുക, ഭഗവാനെ നമസ്കരിക്കുക ഇത്യാദി കർമ്മങ്ങളെ കൊണ്ട് ആ പരമപുരുഷാർത്ഥത്തെ നേടാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഭഗവാന്റെ കഥ വായിക്കുക, ഭഗവാന്റെ കഥകൾ കേൾക്കുക. യഥോഭയേഷം തൈമേഹി ലോകാഭിരിം ഹരന്തൊന്നമതന്ത്യനൂഹ. അങ്ങനെ അതിൽ കൂടിയിട്ട് യഥാർത്ഥ ജ്ഞാനത്തെ മനസ്സിലാക്കാനും ആ ജ്ഞാനം മനസ്സിലായി കഴിഞ്ഞാൽ വൈരാഗ്യം തന്നാൽ ഉണ്ടായിക്കൊള്ളും. ഉള്ള വസ്തുവിനെ മനസ്സിലാക്കാൻ യഥാർത്ഥ ജ്ഞാനം. അത് ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലാത്ത വസ്തുക്കളോട് ഉണ്ടാവുന്ന വെറുപ്പാണ് വൈരാഗ്യം. അത് ഭക്തിയിൽ കൂടി ഉണ്ടാവാൻ സാധിക്കുള്ളൂ. ആ ഭക്തിയിൽ കൂടിയിട്ട് ഇതുണ്ടാവാൻ സാധിക്കണമെങ്കിൽ ചെയ്യേണ്ടത് സാത്വികമായിട്ടുള്ള ബന്ധം കൂടുതൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവരും. സാത്വികമായ ഭക്ഷണം, സാത്വികമായ സംഭാഷണം ഇതൊക്കെ സാത്വികമാക്കിയിട്ട് താമസവും രാജസും മുഴുവൻ ഒഴിവാക്കിക്കൊണ്ട് ജീവിത സാഹചര്യത്തെ മാറ്റം വരുത്തുക. സാത്വിക ജീവസാഹചര്യം ഉണ്ടാക്കാൻ ശ്രമിക്കുക. താമസവും രാജസവും മാറ്റി പറ്റിയ ഭക്ഷണം കഴിക്കുക, പറ്റിയ കൂട്ടുകെട്ട്, പറ്റിയ സംഭാഷണം, പറ്റിയ വസ്ത്രം, ഇങ്ങനെയൊക്കെ മാറ്റം വരുത്തിക്കൊണ്ട് ഇതിലേക്ക് യോജിക്കുന്നതായിട്ട് സാത്വികമായിട്ട് സ്വീകരിക്കാൻ സാധിച്ചാൽ
ഈ കിട്ടിയ പദാർത്ഥങ്ങളെ കൊണ്ട് തന്നെ ഇതൊക്കെ പൂജാ പുഷ്പങ്ങളായിട്ട് പൂജാദ്രവ്യങ്ങളായിക്കൊണ്ട് കിട്ടിയ വസ്തുക്കളെ കൊണ്ടെല്ലാം ഇതൊക്കെ പൂജയായിട്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ ഇതൊക്കെ ശ്രീഹരി സമർപ്പിക്കലാണ് പൂജ. അങ്ങനെ ഭഗവാനെ തന്റെ കയ്യിലെല്ലാം ഭഗവാന് സമർപ്പിക്കുക, തന്നെയും സമർപ്പിച്ചുകൊണ്ട് താനും ഭഗവാനും രണ്ടല്ല ഒന്നെന്ന ഭാവത്ത് ഉയരാൻ സാധിച്ചാൽ അത് ഭക്തിയോഗം കൊണ്ടേ സാധിക്കൂ എന്നുള്ള ഭക്തി ഭാവത്തെ പറഞ്ഞുകൊണ്ടു. ത്വന്ന സുരാണാമസി സന്വയാനം കൂടസ്ഥ ആദ്യ പുരുഷം പുരാണ ത്വന്ദേവശക്തിയം ഗുണകർമ്മയോനൗരേതസ്ത്വജായം കവിം ആദധേയ. ഇത് എല്ലാവർക്കും ഈ മാർഗത്തെ സ്വീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. ഏത് ഗുണത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഏത് വർണ്ണത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ഏത് ആശ്രമത്തിൽപ്പെട്ട ആൾക്കാരാണെങ്കിലും ചെയ്യേണ്ട പ്രവൃത്തി ഒന്ന് ഉറപ്പിക്കേ വേണ്ടു. ദേവന്മാർക്കും ആവാം, അസുരന്മാർക്കും ആവാം, എല്ലാവർക്കും ആവാം. ഈശ്വരൻ ജന്മം ഇല്ലാത്ത ആളാണ്. അജനായ ഭഗവാന്റെ ലീലകള് ജന്മമില്ല കർമ്മമൊന്നും ഇല്ലാത്ത ഭഗവാൻ ഇങ്ങനെ ഭഗവാൻ ഗുണങ്ങളെ സ്വീകരിച്ചുകൊണ്ട് സൃഷ്ടിയാദി കാര്യങ്ങൾ ചെയ്യുമ്പം ആ സൃഷ്ടിയിൽ ഭഗവാൻ മായയെയും കൂട്ടിയിട്ടുള്ള സൃഷ്ടിയെ നമ്മൾ ആ മായയെ അറിയാതെ കണ്ട് ഈശ്വരനെ സർവാത്മനെ ആശ്രയിക്കാൻ സാധിച്ചാൽ നമുക്കും ഈ ജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ സാധിക്കും. മായ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. മായയാണ് തടസ്സമായിട്ട് വരിക. ഭഗവാൻ മായയെ കൊണ്ടുവന്നാണ്, മായയെ കൂട്ടിയാണ് ഭഗവാൻ ഈ ലീല മുഴുവനാളുന്നത്. പക്ഷെ ഭഗവാൻ ഈ മായ ബാധകമല്ല. ഇതുപോലെ നമ്മൾ കേൾക്കുന്ന ആൾക്കാർക്കും ചിലപ്പം ഭഗവാന്റെ മായ കൊണ്ട് ഇത് കേൾക്കുമ്പോൾ ഉറക്കം വന്നു തോന്നും. ഭഗവാന്റെ മായയുടെ അവസ്ഥ ഈ മായയെ ജയിക്കാൻ ആർക്കും സാധ്യമല്ല. എന്നാൽ ഭക്തി കൊണ്ട് മായയെ ജയിക്കാൻ സാധിക്കും. അങ്ങനെയുള്ള ആൾക്കാർക്ക് യഥാർത്ഥ ജ്ഞാനത്തെ ഉൾക്കൊള്ളാനും അതുവഴി ഈശ്വരാനന്ദം അനുഭവിക്കാനും ത്വന്ന സുരാണാം അസി സന്വയാനാം കൂടസ്ഥ ആദ്യ പുരുഷ പുരാണ ത്വം ദേവശക്തിയം ഗുണകർമ്മയോരൗരേതസ്ത്വജായം കവിം ആദധേയ. എല്ലാവർക്കും ഈ പറ്റിയ മാർഗം ഭക്തിയോഗമാണ്. ആ ഭക്തിയോഗം ഭഗവാൻ സേവിക്കാൻ പറ്റിയ ഭക്തിയോഗം എല്ലാവരുടെയും പിതാവായിട്ട് ത്വന്ന സുരാണാം അസി സാന്വയാനം കൂടസ്ഥ ആദ്യം പുരുഷം പുരാണ. എല്ലാവരിലും ഉള്ളിലെ ചൈതന്യ രൂപേണ വർത്തിക്കുന്ന ആളാണ് ഈശ്വരൻ. ഈശ്വരനാണ് ദേവന്മാരിലും അസുരന്മാരിലും എല്ലാവരിലും ഭഗവാൻ തന്നെ ചൈതന്യ രൂപേണ വർത്തിക്കുന്നു. അവരൊക്കെ അവർ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ അവർക്ക് മായയെ ജയിക്കാനും അതുവഴി മായാനാശം വന്നു കഴിഞ്ഞാല് എല്ലാത്തിൻ്റെയും നാഥനായി ശ്രീഹരിയെ കണ്ടുകൊണ്ട് എല്ലാത്തിൻ്റെയും കൂടസ്ഥ ആദ്യ പുരുഷ പുരാണ പുരുഷനായ പമ്പയുള്ള ആള് ആദ്യം തന്നെ ഉണ്ടായിരുന്ന ആള് എന്തോ നശിച്ചാലും ശേഷിക്കുന്ന ആള് ആദ്യനായുള്ള എല്ലാത്തിനും ചൈതന്യ രൂപേണ വർദ്ധിക്കുന്ന ആ ദേവനെ ഗുണങ്ങൾ ബാധിക്കാത്ത കർമ്മങ്ങളില്ലാത്ത ജന്മം ഇല്ലാത്ത അജനായ ശ്രീഹരിയെ സേവിക്കാൻ കണ്ണുകൊണ്ട് കാണലും കാതുകൊണ്ട് കേൾക്കലും ഒക്കെ ഈ ഭാവത്തേക്ക് ഉയരാൻ സാധിക്കണം. ഭഗവാൻ ഇതൊന്നും ബാധകമല്ല. ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഭഗവാൻ ഇതൊന്നും ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ അജനായി ശോഭിക്കുന്ന ആദ്യനായ പുരുഷനായ പുരാണനായ കൂടസ്ഥനായി എല്ലാത്തിൻ്റെയും ചൈതന്യമായി ശോഭിക്കുന്ന ത്രിഗുണങ്ങളെ കൊണ്ട് അറിയാൻ സാധിക്കാത്തതായ മായ തീരെ ബാധിക്കാത്തതായ ആ ഈശ്വരനെയാണ് ഇവിടെ ആശ്രയിക്കേണ്ടത് എന്ന് ഭാഗവതം. തതോ വയം സൽപ്രമുഖ യദർത്ഥേ ബഭൂവി വാത്മൻ കരവാമ കിം തേ ത്വന്ന സ്വചക്ഷു പരിദേഹി ശക്ര്യാ ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണാം. എന്നാ ഭഗവാൻ ആത്മാവായിട്ടുള്ള തന്നെ പ്രകാശിക്കുന്ന വസ്തുവാണ്. ഈ മഹത്വത്വം അഹങ്കാരം
ഇതിനൊക്കെ കാരണമായിട്ട് ആദ്യമായി ഉണ്ടായിരുന്ന വസ്തുവാണ് ത്വം ആദ്യ പുരുഷ പുരാൺ. ആദ്യനായി ശോഭിക്കുന്ന ആ ഭഗവാൻ നിന്നാണ് ഇതൊക്കെ ഉണ്ടായത്. ആദ്യനായി ശോഭിക്കുന്ന ഭഗവാനും ആ മായയെ സ്വീകരിച്ച് ഈക്ഷണം എന്ന നിലയിൽ കൂടിയിട്ടാണ് ഭഗവാൻ മഹത്വത്വാദികളായിട്ട്, പിന്നെ അഹങ്കാരമായിട്ട്, അഹങ്കാരം മൂന്നായിട്ട് സാത്വിക രാജസ താമസാഹങ്കാരങ്ങളായി മാറി. അങ്ങനെ മാറിയിട്ടുള്ള അതും താമസാഹങ്കാരത്തിൽ നിന്നാണ് ഈ പഞ്ചതന്മാത്രകളും പഞ്ചഭൂതങ്ങളും പൊങ്ങി വന്നത്. ആ പഞ്ചഭൂതങ്ങളുടെ ദേവതകളാണ് ശ്രീഹരിയെ സേവിച്ചുകൊണ്ട് പറയുന്നത്, ഞങ്ങൾക്കിതിന് യോജിച്ചാലേ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിക്കാവൂ, ഒന്നിച്ചാവുള്ളൂ. ഇത് യോജിക്കാത്തത് കൊണ്ട് അങ്ങയുടെ നോട്ടം ഞങ്ങളിലേക്ക് ഉണ്ടാവണം. സ്വന്ന സ്വചക്ഷു പരിദേഹി ശക്തിയ. ഞങ്ങൾക്ക് കൂടിച്ചേരാൻ പറ്റില്ല. കൂടി ചേർന്നാലേ ബ്രഹ്മാണ്ടം ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങ് യോജിപ്പിച്ചാലേ ഞങ്ങൾ പറ്റുള്ളൂ. ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിന് ശക്തി ഞങ്ങൾക്ക് അങ്ങ് തന്നെ തരണം. അങ്ങ് യഥാർത്ഥ കണ്ണ് ശ്രീഹരിയാണ്. ചക്ഷുസ് എന്ന് പറയാൻ കണ്ണുകൊണ്ട് കാണേണ്ടത് കണ്ടാലേ കണ്ണാവുള്ളൂ. അപ്പൊ ശരിയായി ആ കണ്ണുവെച്ചാൽ അറിയേണ്ടതാണ്. ശരിയായി അറിയേണ്ടത് ആ ജ്ഞാനം ഉണ്ടാവണം. അങ്ങ് ഞങ്ങൾക്ക് ഈ ജ്ഞാനത്തെ തന്ന് ഞങ്ങൾ അങ്ങയുടെ ശക്തിയെ കലർത്തി ഞങ്ങളെ യോജിപ്പിക്കണം. ഞങ്ങൾക്ക് വിഘടിച്ച് നിൽക്കുകയാണ്. ഈ വിഘടിച്ച് നിൽക്കുന്നതോടും യോജിപ്പില്ലാഞ്ഞാൽ സുഖം ഉണ്ടാവില്ല. ഒരു കുടുംബത്തിലെ അവസ്ഥ 5 പേരും 5 അഭിപ്രായമായി കഴിഞ്ഞാൽ അഞ്ചഭിപ്രായമായി കഴിഞ്ഞാൽ കുടുങ്ങിയില്ലേ? അപ്പൊ ഒരു കാര്യമൊന്നും നടക്കില്ല. ഇനി ഒരാൾ ഒറ്റയ്ക്കായിട്ടും കാര്യം 2 കയ്യോ 2 വഴിക്ക് പോയാലോ, അല്ലെങ്കിൽ 5 ഇന്ദ്രിയങ്ങളും വേണ്ടാത്ത വഴിക്ക് 5 ഇന്ദ്രിയങ്ങളും കൂടി യോജിച്ചാലേ പറ്റുള്ളൂ. കണ്ണിന്റെ വഴിക്ക് പോവാ, കാതിന്റെ വഴിക്ക് പോയാലോ? ഇവരൊന്നിച്ച് നിൽക്കാൻ സാധിക്കണമെങ്കിൽ അതാണ് പാഞ്ചാലിയുടെ ഗുണം. ഇല്ലേ, പാഞ്ചാലിക്ക് 5 ഭർത്താക്കന്മാരാണ്. 5 ഇന്ദ്രിയങ്ങളെയും നിലക്ക് നിർത്താൻ പറ്റിയ വാക്കിന് കയ്യില് ഉണ്ടായിരുന്നു, പാഞ്ചാലിയുടെ കയ്യിൽ. അപ്പൊ ഭീമസേനും അർജുനൊക്കെ ഒപ്പം പാഞ്ചാലിന്റെ ഭഗ്നിയാണ്. ഈ 5 ഇന്ദ്രിയങ്ങളെയും ഒതുക്കാൻ പറ്റുന്ന ആളാണ്. അതാണ് കൃഷ്ണ എന്നുള്ള പേര് പറയാൻ കാരണം. അപ്പൊ ആ കൃഷ്ണഭക്തി പൂർണ്ണമായാലേ 5 ഇന്ദ്രിയങ്ങളും നമ്മൾ ചെയ്താവുള്ളൂ. ഇപ്പൊ ഇന്ദ്രിയങ്ങളെ പിന്നാലെയാണ് നമ്മൾ പോകുന്നത്. ഇന്ദ്രിയങ്ങളെ പിന്നാലെ പോവാതിരിക്കുക. ഇന്ദ്രിയങ്ങൾ വേണ്ടാത്ത വഴിക്കാണ് കൊണ്ടുപോവുക. ഇന്ദ്രിയങ്ങൾ ഈശ്വരൻ സേവ. കണ്ണിനിപ്പോ ഭഗവാനെ കാണുമ്പോൾ അല്ല സുഖം, വിഷയങ്ങൾ കാണുമ്പോഴാണ് കണ്ണിന് സുഖം. കാതിന് ഭഗവാനെ കേൾക്കുമ്പോൾ അല്ല സുഖം, വിഷയങ്ങൾ കേൾക്കുമ്പോഴാണ്. ഇല്ലെങ്കിൽ നിവേദിച്ച ഭക്ഷണം കഴിക്കാനല്ല നാവിനും സുഖം, നാവിന് മറ്റു ഭക്ഷണം കഴിക്കാനാണ്. നിലച്ചോറ് ആനയ്ക്ക് പോലും വേണ്ടെന്നാ പറയുന്നത്. കഴിക്കാണ്ടൊക്കെ എനിക്കറിയാം. ഉത്സവക്കാലായി കഴിഞ്ഞാൽ ആർക്കും വേണ്ട. ഞങ്ങൾ നമ്പൂരാന് മാത്രം അവിടുന്ന് തന്ത്രിമാരും പരികരണമൊക്കെ ഇതിനെ കഴിക്കുക. പുറമെ ആർക്കും അവസാനം കളയുക. ചോറ് നല്ല ചോറുണ്ടാക്കിയിട്ട് കളയുക. പിന്നെ 6-ാം അന്നാണ് ഇന്ന് മറ്റേ ചോറില്ല, അതുകൊണ്ട് ഇതേ ഉള്ളൂ. കാരണം 4-5 ദിവസം ഉണ്ടാവും. അപ്പൊ ഇതേ ഉള്ളൂ ചോറ്. മറ്റേ നേതൃചോറ് കിട്ടാൻ വേണ്ടിയിട്ട് ആൾക്കാർ കഷ്ടപ്പെടുക. ഒത്തിരി കിട്ടിയാൽ മതി. വലിയ ആൾക്കാരാണ്. ഒത്തിരി കിട്ടാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് കിട്ടുന്ന ചോറ് നമുക്ക് ഒരു വിലയില്ലാണ്ട് വില അറിയേണ്ട വാസ്തു. കാരണം നാവിന് ഇഷ്ടമില്ല. അല്ലെങ്കിൽ ഇന്ദ്രിയങ്ങൾക്ക് ആസ്വദിക്കാൻ വേണ്ട തോന്നുക. കണ്ണിന് ഭഗവത് സ്വരൂപത്തെ കാണും തോന്നുന്നില്ല. അവിടെ വേറെ നീ കാണാനാണ്. അമ്പലത്തിൽ വന്നാലും ഇപ്പൊ ഗുരുവായൂർ തൊഴാൻ ആൾക്കാർ കാണാൻ പുറമേ ഭാഗത്ത് നടക്കുന്നു. അവിടെ എവിടെ പോയാലും ഗുരുവായൂരപ്പൻ്റെ കാണുക. ഇല്ലെങ്കിൽ നിവേദ്യം കഴിക്കാൻ ഹോട്ടലിൽ പോയിട്ട് ഹോട്ടലിൽ പോണ്ടാവുന്നല്ല പറഞ്ഞത്. പക്ഷെ ഇത് ശ്രദ്ധിക്കണം. ഈ ഭഗവത് പ്രസാദത്തിന്റെ മാഹാത്മ്യം അത് മഹാദേവനെ കുറിച്ച് ആൾക്കാർക്കേ അറിയുള്ളൂ. കേശവനിർമാല്യം കോടിയജ്ഞഫലം ലഭ്യം. മഹാദേവൻ പറയാൻ എന്റെ പ്രസാദത്തിന് പോലും ഇത്ര ശുദ്ധീകരിക്കാൻ കഴിവില്ല കേട്ടോ. ഭഗവാന്റെ പ്രസാദത്തിന്റെ മാഹാത്മ്യം. അതുകൊണ്ട് ഞാൻ കഴിക്കാറ് അതാണ്. ഞാൻ കഴിക്കാറ് അതാണ്. ഭഗവാന്റെ മഹാത്മ്യത്തിന് പ്രാധാന്യമാണ്. അപ്പൊ ഭഗവാന്റെ കഥകൾ കേൾക്കുക. അതിൽ കൂടി ഇതെല്ലാം ഉണ്ടായത് ഭഗവാൻ എന്നാണെന്നില്ല. ആ ജ്ഞാനത്തെ ഓർത്തു കഴിഞ്ഞാൽ ഇതൊക്കെ വാസ്തവം ഭഗവാൻ കളിക്കാൻ പറ്റിയതാണ്.
അപ്പം ബ്രഹ്മാണ്ടത്തിലുള്ളത് ഇല്ലാത്തതാണ്. കളിക്കാൻ വേണ്ടി ഭഗവാനോടൊന്ന് കൂട്ടിവെച്ചു, പൊട്ടിച്ച് പോവുകയും ചെയ്യും. അപ്പൊ അങ്ങനെ കളിക്കാൻ ഉണ്ടാക്കിയതാണ് ഭഗവാൻ. മഹത്വത്വമായി, മഹത്വത്വം അഹങ്കാരമായി, അഹങ്കാരം സാത്വിക രാജസ താമസാഹങ്കാരങ്ങളായി. ഇങ്ങനെ താമസാഹങ്കാരത്തിൽ നിന്നാണ് ഈ പഞ്ചഭൂതങ്ങൾ ഉണ്ടാവുന്നതിന് മുമ്പേ പഞ്ചതന്മാത്രകൾ ഉണ്ടായി. അതൊന്നും പഞ്ചഭൂതങ്ങളായ ഞങ്ങൾക്ക് കൂടാൻ കഴിയുന്നില്ല ഭഗവാനെ എന്ന് അവരുടെ ഭഗവാൻ സേവിച്ചപ്പോൾ ഞങ്ങൾ കൂടി യോജിക്കാൻ പറ്റുന്നില്ല. ഇത് കൂടി യോജിക്കാൻ സാധിച്ചാലേ ബ്രഹ്മാണ്ടം ഉണ്ടാവുള്ളൂ. ഇത് സാധിക്കാത്തത് കൊണ്ട് അവരെ ഭഗവാന്റെ പാദത്തെ അവർ ആഗ്രഹിച്ചുകൊണ്ട് പാദത്തിന്റെ മാഹാത്മ്യത്തെ പറഞ്ഞുകൊണ്ട് ഇതിന് അങ്ങനെ നോട്ടം ഞങ്ങൾക്ക് ഉണ്ടാവണം. അത്രയേ ഉള്ളൂ. അങ്ങ് നോക്കി ഒന്ന് കടാക്ഷിക്കുക മാത്രമേ ഉള്ളൂ. ഇവർ കൂടി യോജിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ആ കടാക്ഷം സ്വചക്ഷു പരിദേഹി ശക്തിയാ ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണം. ഞങ്ങൾക്ക് ഈ ജ്ഞാനത്തെ തന്ന് യോജിപ്പിക്കണേ ഭഗവാനെ. ഞങ്ങൾക്ക് ഈ ജ്ഞാനത്തെ തന്നെ യോജിപ്പിക്കുക. ജ്ഞാനം തല്ല, ശരിയായ ജ്ഞാനത്തെ. ശരിയായ ജ്ഞാനം എവിടുന്നാ കിട്ടുക? ഗുരുനാഥൻ എടുത്തുന്നതാണ് ശരിയായ ജ്ഞാനം. അതാണ് വിദ്യാരംഭ പൂജയിൽ കൂടിയിട്ട് 2 ഗുരുനാഥന്മാരെ അവിടെ പൂജിക്കുന്നുണ്ട്. വ്യാസനും ദക്ഷിണാമൂർത്തി 2 ഗുരുനാഥന്മാർ. കാരണം രണ്ടും പ്രധാനമായ ഗുരുനാഥന്മാരാണ്. രണ്ടും ഒന്നാണ്. രണ്ടുപേർക്കും പറയാനൊക്കെ കാര്യമാണ്. വിദ്യ അഭ്യസിക്കുമ്പോൾ ചെയ്യേണ്ടത് ഗുരുനാഥൻ പണ്ടുതല ഭഗവാനെ സേവിക്കാനാണ്. ഭഗവാനെ സേവിക്കാണ് ശരിയായ വിദ്യ. ഈശ്വരനെ അറിയലാണ്. വേദത്തെ അറിയാവുന്ന ശുക്രാചാര്യരൊക്കെയാണ് അവിടെ ബോധ്യപ്പെട്ടത്. ശരിയായ അറിവ് ഈശ്വരനെ അറിയലാണ്. ആ ഈശ്വരനെ മനസ്സിലാക്കാനും ആ ജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ, ശരിയായ ജ്ഞാനത്തെ ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധിക്കണേ ഭഗവാനെ. ദേവക്രിയാർത്ഥേ യദനുഗ്രഹാണ്. അതിന് ഞങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണം. ഞങ്ങൾ അനുഗ്രഹിക്കണേ എന്നുള്ള ദേവന്മാരെ, ഈ പഞ്ചഭൂതങ്ങളുടെ ദേവതകളെ ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണ്. അതിനുള്ള ശക്തി ഞങ്ങൾക്ക് തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ച് ഞങ്ങൾക്ക് നമ്മളെ നോക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് 5ാമത്തെ അധ്യായത്തിലൂടെ സമാപിഞ്ഞ 6ാമത്തെ അധ്യായം വീണ്ടും വായിച്ചിട്ടാ ഭാഗവതം. സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ശിവായൂരപ്പ. तृतीयस्कन्धे यथा 6ोऽध्याय ऋषिरुवाच इति तासां सुशक्तीनां सदीनां समेत्य सा प्रसुप्तलोकतन्त्राणां निशाम्यगिरिमीश्वर कालसख्यां तदा देवीं विप्रच्छक्तिमुरुक्रमा त्रयोविंशति तत्त्वानां गणं युगपदा विशल् सोऽनुप्रविष्टो भगवानश्चेष्टारूपेण तं गिडं भिन्नं संयोजयामासा सुप्तं कर्म प्रबोधयन् प्रबुद्धकर्मादेवेन त्रयोविंशतिभो गणा प्रेरितो जनेश्वाभिर्मात्राभिरैपूरुषं परेण विशताश्वस्मिन्मात्रया विश्वसृगणाः चुक्षोभान्योन्यमासाद्या यस्मिन् लोकाश्चराचरा हिरण्मयः सपुरप्तस्रपरिवत्सरान् अण्डकोशौ वासाप्सो सर्वसत्त्वो बर्मिहिता स वै विश्वस्यां गर्भो देवकर्मात्मशक्तिमान् विवभाजात्मनात्मानमेकदा दशधा शेषतत्त्वनामात्मांश परमात्मना आद्यो वदारो यत्रासो भूतग्रामो विभाव्यते सात्यात्मसादिदैवश्चासादिबोधैरे कृता विराट्मनो दशविधा एकधा हृदयेन च स्मरन् विश्वजामेशो विज्ञापितमदोक्षजा विराजमदपल्स्वेन तेजसेषां निवर्ते अथ तस्याविदप्तस्यागतिजायतनानिहा निर्विद्यन्ते देवानां तानि मे गतदशृणु तस्याग्रास्यं निर्भिन्नं लोकवालोपशल्पदं पादास्वांशेन वक्तव्यं व्यासो प्रतिपद्यते निर्भिन्नं तालुर्नो लोकपालोपशद्धरे जिह्वयांशेन जलसं व्यासो प्रतिपद्यते निर्भिन्ने अश्विनोदासे विष्णोराविषतां पदं प्राणेनांशेन गतस्या प्रतिपत्तिर्यतो भवेत्
निर्भिन्ने अक्षिणे त्वष्टा लोकपालो विषद्भिर्भो दक्षुणांशेन रूपाणां प्रतिपत्तिर्यदो भवेत् निर्भिन्नान्यस्य चर्माणि लोकपालो निलो विशदे प्राणेनांशेन संस्पर्शं येनासो प्रतिपद्यते कर्णावस्य निर्भिन्नौ धिष्ण्यं स्वं विविशुर्दिशा श्रोत्रेणांशेन शब्दस्य सिद्धिं येन प्रपद्यते त्वचमस्य निर्भिन्नां विविशुर्दिष्ण्यमोषधि अंशेन रोमभिकन्दों येरसौ प्रतिपद्यते मेढ्रं तस्य निर्भिन्नं सुधिष्ण्यं कौपाविशल्येतसांशेन येनासावानन्दं प्रतिपद्यते गुलम्बं स्वविनिर्भिन्नं मित्रो लोकेशाविशल्पाविनांशेन येनासो विसर्गं प्रतिपद्यते हस्तावस्य निर्भिन्नामिन्द्रस्वप्रतिराविशल्पाप्तयांशेन पुरुषो या वृत्तिं प्रपद्यते पादावस्य निर्भिन्नौ लोकेशो विष्णुराविशल्गत्या स्वांशेन पुरुषो या प्राप्यं प्रपद्यते बुद्धिं चास्य निर्भिन्नां रागेशो धिष्ण्यमाविशल्बोधेनांशेन बोधव्य प्रतिपत्तिर्यतो भवेत् हृदयं चास्य निर्भिन्नं चन्द्रमा धिष्ण्यमाविशल्मानसांशेनेनासो विक्रियां प्रतिपद्यते आत्मानं चास्य निर्भिन्नमभिमानो विशल्पदं कर्मणांशेनेनासो कर्तव्यं प्रतिपद्यते सत्त्वं चास्य निर्भिन्नं महान्विष्णुभाविशल्चित्तेनांशेन येनासो विज्ञानं प्रतिपद्यते शीर्ष्णोऽस्यद्य ऊर्ध्वरावत्न्यां खं न भेदपत्तिरा गुणानां वृत्तयो येषु प्रतीयन्ते सुरादया आत्यन्तिकेन सत्त्वेनादिकं देवा प्रभेदिरे धराम्यजस्वभावेन पणयो ये तदननु तार्तीयेन स्वभावेन भवन्नाभिमाश्रिता उभयोरन्तरं व्योमाये रुद्रवर्ष्णाङ्गणा मुखदो वर्तत ब्रह्म पुरुषस्य पुरोग्रः यस्तोन्मुखत्वात् पर्णानां मुख्यो भूद्ब्राह्मणो गुरु बाहुभ्यो वर्तत क्षत्रं क्षत्रियस्तदिनं व्रतायो जातस्नायते वर्णान् पौरुषकण्डकक्षरात् विशो वर्तं दरस्योर्वोर्लोकवृत्तिकरीर्विभो वैश्यस्तदुद्भो वार्तां नृणां यस्समर्तेते पद्भ्यां भगवतो जिज्ञे शुश्रूषा धर्मसिद्धे तस्यां जातः पुरा शूद्रो यत्प्रत्यादुष्यते हरे एते वर्णा स्वधर्मेणा यजन्ति सुब्रह्मणिं श्रद्धयात्मशुद्ध्यर्थं यज्ञदासवृत्तिभिः एतच्छत्तर्भगवतो देवकर्मात्मरूपिणां कश्चिद्ध्यात्वा कर्तुं योगमाया बलोदयम् अधः विकीर्तयाम्यङ्गायधामलि यथाश्रुतं कीर्तिं हरे स्वां सत्कर्तुं गिरमन्याभिधासदे गुरुवायूरप्पा एकान्तराभं वदसो न पुंसां सुश्लोकमौलेर्गुणवादमाहो श्रुतेश्च विद्वद्भिर्वाहृदायां कथासुधायामुपसम्प्रयोगम् आत्मनोऽवसतो वत्समहिमा कविनादिना संवत्सरसहस्रां देर्यायुगवक्वयाम् अदो भगवतो माया मायिना विमोहिनी यच्छ्रियं जात्मवर्त्मात्मा न वेदकमितापरे यदो प्राप्यन्यवर्तन्ता वादच्च मनसा सा हं जान्ये मे देवास्तस्मै भगवते नमः श्रीकृष्णाय नमः इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां तृतीयस्कन्धे षष्ठोऽध्याय सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरि गुरुवायूरप्पा सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द പഞ്ചഭൂതങ്ങളുടെ ദേവതകൾ ഭഗവാന്റെ പാദത്തെ ഭക്തിയോട് കൂടി സ്തുതിച്ച് ആശ്രയിച്ചപ്പം ഭഗവാൻ തൻ്റെ ശക്തി പഞ്ചഭൂതങ്ങളിലെ കത്തി ഭഗവാൻ ഈ തത്വത്തിലൊക്കെ പ്രവേശിച്ച് ഭഗവാൻ ഇജിതാസാം സുരക്രീനാം സജീനാം അസമേത്യസ പ്രസുപ്ത ലോകതന്ത്രാണാം നിശാമ്യ ഗതിമീശ്വര കാലസത്യം തഥാ ദേവീം വിഭ്രച്ഛക്തിമുക്രമ ത്രയോവിംശതിതത്വാനം ഗണം യുഗപതാവിശൻ 23 തത്വങ്ങളായിട്ട് വിഘടിച്ചിരിക്കുന്ന അതിലേക്കൊക്കെ ഭഗവാൻ തൻ്റെ ശക്തിയെ കാവ്യം 24 പറയുന്നുണ്ട് 23ഉം 24ഉം ഒന്നെണ്ണം കൂട്ടി പറയാന്നുള്ളൂ എങ്കിലും അതിലേക്ക് ഭഗവാൻ തൻ്റെ ശക്തിയെ ഈ 23 തത്വങ്ങൾക്കും ഭഗവാൻ തൻ്റെ ശക്തിയെ ഒരേ സമയത്താണ് ചേർത്തു ഒരേ സമയത്ത് കൂട്ടി യോജിപ്പിച്ചതും മഹത്വത്വം അഹങ്കാരം പഞ്ചതന്മാത്രകള് പഞ്ചമഹാഭൂതങ്ങള് 5 ജ്ഞാനേന്ദ്രിയങ്ങള് 5 കർമ്മേന്ദ്രിയങ്ങള്
പിന്നെ മനസ്സ്, ഇങ്ങനെ 23 തത്വങ്ങൾക്കും ഭഗവാൻ ഒരേ സമയത്ത് അങ്ങ് പ്രവേശിച്ച് അവർക്ക് ഒരേ സമയത്ത് വേണ്ട പ്രവൃത്തിയൊക്കെ ഭഗവാൻ തന്നെ നേരെയാക്കി കൊടുക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ പ്രേരണ കൊണ്ടാണ് 23 തത്വങ്ങളായി ശോഭിക്കുന്ന വിരാട് പുരുഷൻ സ്വയം തന്നെ. വിരാട് പുരുഷൻ കുറേ കാലം അത് ഒരു അണ്ഡമായിട്ട് വെള്ളത്തിൽ അനവധി കാലം ശോഭിച്ചു. അണ്ഡമായിട്ട് അനവധി കാലം അനവധി കാലമാണ്. ഹിരണ്മയ സ്വപുരുഷ സഹസ്രപതി വത്സലാൻ ആണ്ഡകോശ ഉപാസാപ്സു സർവസത്വോപബൃംഹിത. 1000 ദിവ്യ സംവത്സരമാണ് ഈ പുരുഷൻ ഇതിലെ വെള്ളത്തിലെ ശയിച്ചത്. അങ്ങനെ ആ ഹിരണ്മയം അതും അത് സ്വർണ്ണ അണ്ഡം ഉണ്ടായി. അതൊന്നും പുറത്തേക്ക് വന്നിട്ടുള്ള ആ പുരുഷൻ ആദ്യത്തെ അവതാരം എന്ന് കാണിച്ച് ആ പുരുഷന്റെ അവയവങ്ങൾ ഓരോന്ന് വേറെ പറയുമ്പോഴാണ് ആ പുരുഷന്റെ ആദ്യം തന്നെ ജീവനെ കാണിക്കുക. പിന്നെ ഓരോരോ ഇന്ദ്രിയങ്ങളെയും അതാത് പ്രവൃത്തിയെയും വേറെ വേറെ കാണിക്കുന്നു. അങ്ങനെ ഭഗവാൻ ആ ബ്രഹ്മം തന്നെ ഇതായിട്ട് പ്രവേശിച്ചിട്ട് അത് 1ആയിട്ടും 3ആയിട്ടും 10ആയിട്ടും പല ശക്തിയെ കാണിച്ചുകൊണ്ട് ആത്മാംശം പരമാത്മന തന്നെ വിഘടിച്ച് പലതാക്കി മാറ്റിയിട്ട് അങ്ങനെ ഒരിക്കാൻ കാരണമായിരുന്ന ആദ്യത്തെ പുരുഷനാണ് ആദ്യമായിട്ട് അവതാരം ചെയ്ത് പുരുഷരൂപത്തിൽ അവതരിച്ചില്ല. ഭഗവാന്റെ ഓരോരോ ഇന്ദ്രിയങ്ങള് വേറെ വേറെ അവരാ ഇന്ദ്രിയങ്ങളുടെ കർമ്മം അതും പറയുന്നു. അങ്ങനെയുള്ള ഭഗവാൻ ഈ വിരാട് പുരുഷന്റെ പ്രാണനെ ആദ്യം പറഞ്ഞു. വിരാട് പുരുഷോ ദശവിധ ഏകധ ഹൃദയേന. അങ്ങനെ 10 രൂപത്തിലാണ് ഈ വിരാട് പുരുഷൻ നമ്മളെ ഉള്ളിൽ ശോഭിക്കുന്നത്. വിരാട് പുരുഷൻ ജീവാത്മാവ് 10 രൂപേണ ഇവിടെ സാധ്യാത്മാ സാധിദൈവശ്ച സാധിഭൂതൈ ധിത്രിധ വിരാട് പ്രാണോ ദശവിധ ഏകധ ഹൃദയേന. അങ്ങനെ 10 പ്രാണനായിട്ടാണ് നമ്മളെ ഉള്ളിൽ ഈ ജീവൻ ശോഭിക്കുന്നത്. പ്രധാനമായിട്ട് 10 പ്രാണൻ, അത് പ്രധാനമായിട്ട് 5. പൊതുവെ 10 പ്രാണനെ പറയുന്നുണ്ട്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇത് പ്രധാനമായ 5 പ്രാണൻ. അതുപോലെ ഉപപ്രാണന്മാരായിട്ട് ഇതുപോലെ തന്നെ നാഗൻ, കൂർമൻ, കൃകരൻ, ദേവദത്തൻ, ധനഞ്ജയൻ, ഇങ്ങനെ 5 പറയുന്നുണ്ട്. അതാണ് ഈ 10 പ്രാണൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അത് ഈ ധനഞ്ജയൻ എന്ന പ്രാണനാണ് കൊടുക്കാൻ പോവുക, മറ്റൊക്കെ പോകും. അതാണ് ധനഞ്ജയ എന്ന പ്രാണൻ കൊടുക്കാൻ പോകണം. ഈ ധനഞ്ജയ എന്നുള്ള പ്രാണനാണ് ശേഷക്രിയൊക്കെ ചെയ്ത് എത്തിക്കുന്നത്. ഈ ധനഞ്ജയ എന്നുള്ള പ്രാണനാണ്. ആ ധനഞ്ജയൻ ഈ ശരീരത്തിൽ നിന്ന് വിട്ടുപോകല് സംസ്കാരത്തിന്റെ ഇടയിലാണ്. അതാണ് നടുമുറിഞ്ഞൊരു അവസ്ഥാനമൊക്കെ മതിയുണ്ടല്ലേ, ഒരു അവസ്ഥാനം. അപ്പോഴാണ് കാരണം അപ്പോഴാ വീണ് പോകുമ്പോഴേ ഇത് മേലോട്ട് പോകുള്ളൂ ഈ പ്രാണൻ. അതാണ് ആ പ്രാണനാണ് ഈ ശേഷക്രിയോ ജീവിക്കുന്നത്. കർമ്മത്തിൽ കൂടിയിട്ട് പിതൃലോകത്തെ ഈ കർമ്മത്തിൽ കൂടി എത്തിക്കുന്നത് ഈ പ്രാണ ജീവന്റെ അംശമാണ് അവിടെ എത്തിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രധാനമായിട്ടുള്ള 5 പ്രാണന്മാരും 5 ഉപപ്രാണന്മാരും അങ്ങനെ ആകെ 10. ഈ 10 പേരും ഒന്നിച്ച് വിരാട് പ്രാണോ ദശവിധ ഏകധ ഒന്നായിട്ട് നമ്മളെ ഉള്ളിൽ ശോഭിക്കുന്നു. ആ പ്രാണന്റെ കർമ്മം പ്രാണനെ സ്മരിക്കുക. സ്മരൻ വിശുദ്ധജാമീശോ വിജ്ഞാപിതമധോക്ഷജാവിരാജമധവൽസ്വേന തൈജസേഷാം വിവൃത്തയെ. എല്ലാ കർമ്മത്തിനും ഈ പ്രാണന്റെ ശക്തി കൊണ്ടാണ് ഈ കർമ്മം മുഴുവൻ ചെയ്യുന്നത്. മറ്റുള്ള മഹത്വങ്ങളും അഹങ്കാരങ്ങളും ഒക്കെ ഈ പ്രാണന്റെ ശക്തി കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ആ പ്രാണന്റെ പ്രവൃത്തിയെയാണ് ഈശ്വരന്റെ ഈ സങ്കല്പത്തെ ഈശ്വരൻ ഇങ്ങനെ ആക്കിയിട്ട് സങ്കല്പിച്ച ഇന്നെ കർമ്മങ്ങൾ ഇന്നെ ഇന്ദ്രിയങ്ങൾ ചെയ്യട്ടെ എന്ന് സങ്കല്പിച്ച് അങ്ങനെ ചെയ്യണ കർമ്മത്തിനെയാണ് പൊതുവെ തപസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന കർമ്മത്തിനാണ്. അപ്പൊ നമ്മളൊക്കെ തപസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മളോട് ആരാ ഭാഗവതം കേൾക്കാൻ പറയുന്നത്? തപസ്സാണ്. ആരാ ഭാഗവതം കേൾക്കാൻ പറയുന്നത്? കിടന്നുറങ്ങിയാൽ പോലെ ആരായി കേൾക്കാൻ പറയുന്നത്? അപ്പൊ കിടന്നുറങ്ങി ആരൊന്നും കാണിക്കാൻ പറ്റില്ല. അപ്പൊ ആരും പറഞ്ഞു നമ്മളെ ഉള്ളൊന്നും ജീവൻ തന്നെയാണ്. സപ്താഹമാവായന
അങ്ങനെയാണ് കുറച്ച് നേരം പോയി കേൾക്കണമെന്ന് നമ്മളെ ഉള്ളിൽ തന്നെയാണ് ഭഗവാൻ പറയുന്നത്. നമ്മളെ ഉള്ളിൽ നിന്ന് ഭഗവാൻ അപ്പൊ ഈ എല്ലാ കർമ്മങ്ങളും ശരീരം കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഈ ആത്മാവ് തന്നെ. എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നത് എന്നാ ആത്മാവ് സാക്ഷി രൂപേണ നിൽക്കുകയാണെങ്കിലും ഇതായിട്ടൊന്നും ബന്ധമില്ലെങ്കിലും അങ്ങനെ നമ്മളെ കൊണ്ട് ആത്മാവ് ചെയ്യിപ്പിക്കുന്ന പ്രവൃത്തിയാണ് തപസ് എന്ന് പറയാം. അപ്പൊ ഭാഗവതം കേൾക്ക തപസ്സാണ്, കിടന്നുറങ്ങ തപസ്സാണ്, എന്ത് കർമ്മമായാലും ഒക്കെ ഇതാണ് തപസ്സായിട്ട് വരുന്ന. കാരണം നല്ലതായ ഈശ്വരാരാധനയ്ക്ക് കൂടുതലാണ്, വിഷയത്തിക്ക് പോകുമ്പോൾ അത് ബുദ്ധിമുട്ടുമാണ്. ഈശ്വരൻ തന്നെ പ്രാർത്ഥിക്കുകയാണ്, ചെയ്യാൻ പറയുകയാണ് നമ്മളോട്, ഇത് ഇത്തരം കർമ്മം ചെയ്യണം എന്ന് തപസ് ചെയ്യാൻ പറയുന്നു. പിന്നെ ഓരോരോ ഇന്ദ്രിയങ്ങളുടെയും പ്രവൃത്തി ഇതുപോലെ തന്നെയാണ്. പ്രാണൻ പന്ത്രണ്ടാണ് പ്രവർത്തിക്കുന്നത്. അധ തസ്യാഭിതപ്രസ്യ കതിചായതനാനിഹ നിരവിദ്യന്ത ദേവാനാം താനി മേ ഗതതശ്രുണു. ഇത് കേട്ടോളൂ മൈത്രേയ താനി മേ ഗതതശ്രുണു. ഞാൻ പറയാം, കേട്ടോളൂ. ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയെ ഇത് പറയുന്നതൊക്കെ ഇന്ദ്രിയങ്ങളുടെ പ്രവൃത്തിയാണ്. അവർ ശരീരത്തിൽ എന്തൊക്കെ പ്രവൃത്തി ചെയ്യണു എന്ന് പറയാന്നാണ്. കാരണം ഇന്ദ്രിയങ്ങള് അതും മുഖത്തിന്റെ അവസ്ഥ, മുഖത്താധികം ഇന്ദ്രിയങ്ങൾ ശോഭിക്കുന്നു വരാനായിട്ട്. അപ്പൊ ഈ മുഖമാണ് ശരിക്കും പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത്. 2 കണ്ണും 2 മൂക്കും വായും 2 കാതും ഒക്കെ ഉള്ളത് മുഖത്തെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ മുഖത്തിന്റെ കാര്യം പ്രത്യേകം പറഞ്ഞുകൊണ്ടാ പിന്നെ ഓരോരോ ഇന്ദ്രിയങ്ങളുടെയും അവസ്ഥയെ ഭാഗവതം പറഞ്ഞു. അതും നിർഭിന്നേ അശ്വിരൗനാസേ വിഷ്ണോരാവിശദം പദം ഘ്രാണേനാംശേന ഗന്ധസ്യ പ്രതിപത്യറിയതോ ഭവൻ. വിരാട് പുരുഷന്, ആ ഈശ്വരന്, ജീവന് നാസികകളുണ്ടായി, മൂക്കുകളുണ്ടായി. എന്താ മൂക്കിന്റെ ധർമ്മം ചോദിച്ചാല്, മൂക്കിന്റെ ദേവതകള് നിർഭിന്നേ അശ്വിനൗനാസേ, അശ്വിനി ദേവന്മാരാണ് മൂക്കിന്റെ ദേവന്മാർ. അശ്വിനി ദേവന്മാരാണ്. അവരെ പ്രവൃത്തി ഘ്രാണേന അംശേന ഗന്ധസ്യ പ്രതിപത്യതി യഥോഭവൻ. ഘ്രാണത്തിൽ കൂടിയാണ് പ്രവേശിക്കുക. മൂക്കിൽ കൂടി ഒരു വസ്തു വന്നാൽ ആ വസ്തു എങ്ങനെ ഉള്ളിൽ പ്രവേശിക്കുന്നു ചോദിച്ചാല്, ആ വാസനയുള്ള വസ്തു ആണെങ്കിൽ ഘ്രാണത്തിൽ കൂടിയാണ്, ഘ്രാണിച്ചുകൊണ്ടാണ് അത് ദേഹത്തേക്ക് പ്രവേശിക്കുക. ജീവനായിട്ട് ബന്ധം ഉണ്ടാവുന്നത് ആ സുഗന്ധമായാലും ദുർഗന്ധമായാലും ഗന്ധത്തിൽ കൂടിയിട്ടാണ് ആ വസ്തു ജീവനിൽ പ്രവേശിക്കുക. ആ ഗന്ധം അറിയാൻ വേണ്ടിയിട്ടാണ് മൂക്ക എന്ന ഇന്ദ്രിയം. അതിന്റെ ദേവതയാണ് അശ്വിനി ദേവന്മാര്. ഇതൊക്കെ വാസ്തവ സർവേശ്വരൻ തന്നെ അശ്വിനി ദേവന്മാര്. കാരണം ഈ ഇന്ദ്രിയത്തിന് ജീവന് ഇങ്ങനെ വേണം തോന്നിയപ്പം, ഘ്രാണിക്കണം തോന്നിയപ്പം മൂക്കുണ്ടായി. അത് 2 ദേവതകളും പറഞ്ഞു. ഇങ്ങനെ ഓരോന്നും അതാണ്. നിർഭിന്നേ അക്ഷിണീ ത്വഷ്ടാരോഗപാലോവിഷദ്വിഭോ ചക്ഷുഷാംശേന രൂപാണം പ്രതിപത്യറിയതോ ഭവൻ. ഭഗവാന്റെ ഈ ജീവന് കണ്ണുകള്, 2 കണ്ണുകൾ ഉണ്ടാവാൻ കാരണം, കണ്ണുകൾ ഉണ്ടായി എന്ന് പറയാൻ കാരണം, അതും കാണണം എന്ന് തോന്നിയപ്പോഴാണ് കണ്ണുകൾ ഉണ്ടായത്. കാണണം എപ്പോ ജീവൻ തോന്നിയോ, ജീവന് കാണണമെങ്കിൽ ഒരു കണ്ണില്ലാണ്ട് കാണാൻ പറ്റില്ല. കാണണം തോന്നിയപ്പോ കണ്ണുണ്ടായി. ചക്ഷുഷാംശേന രൂപാണം പ്രതിപത്യറിയതോ ഭവൻ. അപ്പൊ ആ കണ്ട വസ്തുക്കളെ കണ്ണിൽ കൂടി ആ ഉള്ളിൽ പ്രവേശിക്കുക. ജീവനത് ബോധ്യമാവണമെങ്കിൽ ജീവൻ അങ്ങനെ കാണാൻ പറ്റില്ല, ഇന്ദ്രിയങ്ങളിൽ കൂടിയേ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കണ്ണിൽ കൂടി കണ്ടിട്ട് ഇത് ഉള്ളിലേക്ക് ആവുന്നതാണ്. കണ്ണിൽ കൂടി കാണാൻ സാധിക്കുക, അത് ഉള്ളിലേക്ക് എത്തുന്നത് ആ കണ്ണിന്റെ ദേവതയാണ്. അതും നിർഭിന്നേ അക്ഷിണീ ത്വഷ്ടാ ലോകപാലോവിശദ്വിഭോ ചക്ഷുഷാംശേന രൂപാണം പ്രതിപത്യറിയതോഭത്വഷ്ടാവ. സൂര്യഭഗവാനാണ് കണ്ണിന്റെ ദേവത. ഈ കണ്ണിന്റെ ദേവത അങ്ങനെ ഉള്ളിൽ പ്രവേശിക്കുന്നു. കണ്ണുകൊണ്ട് വസ്തുക്കളെ കാണാൻ, രൂപത്തെ അറിയാൻ സാധിക്കുന്നു. നിർഭിന്ന അന്യസ്യ കർമാണി ലോകപാലോനിലോവിശൽ പ്രാണേനാംശേന സംസ്പരിശം ഏനാസൗ പ്രതിപത്യതേ. ഇത് ശ്വാസത്തിൽ കൂടിയിട്ട്, ശ്വാസോച്ഛ്വാസത്തിൽ കൂടിയിട്ടാണ് വായു ഉള്ളിൽ പ്രവേശിക്കുന്നത്.
അങ്ങനെ വായു ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഈ വായുവിന്റെ സ്പർശം കൊണ്ടാണ് ഇത് അറിയുന്നത്. വായു ചൂടുള്ള വായുവാണോ, ചൂടുള്ള കാറ്റാണോ, തണുത്ത കാറ്റാണോ എങ്ങനെ അറിയാം? തുകൊണ്ടാണ്. കണ്ണുകൊണ്ട് അറിയാൻ പറ്റില്ല, മൂക്കൊണ്ട് അറിയാൻ പറ്റില്ല. ത്വകീന്ദ്രിയം കൊണ്ടാണ്. കാറ്റ് തട്ടുമ്പോഴാണ് ചൂടുള്ള കാറ്റാണ്, അല്ലെങ്കിൽ തണുത്ത കാറ്റാണ്, അല്ലെങ്കിൽ തണുപ്പുണ്ട്, ചൂടുണ്ട് എന്ന് തോന്നാൻ കാരണം ഈ കാറ്റ് ത്വകീന്ദ്രിയം സ്വീകരിക്കൊണ്ടാണ്. ത്വക എന്ന ഇന്ദ്രിയമാണ് സ്വീകരിക്കാൻ വേണ്ട കർമ്മം ചെയ്ത് ആ ത്വകീന്ദ്രിയത്തിൽ കൂടിയിട്ടാണ് ഇത് അറിയുന്നത്. അതിന്റെ ദേവത വായു ഭഗവാനാണ്. ത്വകീന്ദ്രിയ ദേവതയിൽ കൂടിയിട്ട് അകത്തേക്ക് പ്രവേശിക്കുന്നത്. കർണാവസ്യ വിനിർഭിന്നൗ ധിഷ്ണ്യം സ്വം വിവിശുർദിശ ശ്രോത്രേണാംശേന ശബ്ദസ്യ സിദ്ധിം യേന പ്രപദ്യത്തെ. കർണൗ കാതുകളെ ജീവനെ കേൾക്കണം എന്ന് തോന്നിയപ്പോഴാണ് അതിന് വേണ്ടി ഇന്ദ്രിയം ഉണ്ടായത്. അതും ഈ ആകാശത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ രൂപമാണ് ശബ്ദം. ഈ ശബ്ദം ഉള്ളിൽ പ്രവേശിക്കാൻ തോന്നിയത് കേൾക്കണമെന്ന് കാതിന് ജീവന് തോന്നിയപ്പം കാത എന്ന ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. അതിൽ കൂടിയിട്ട് ഇത് കേൾക്കാൻ സാധിക്കണം. ദിഗ്ദേവതകളാണ് ഇതിന്റെ ദേവതകള്. ഇതിൽ കൂടിയിട്ട് ശബ്ദത്തെ അറിയാൻ സാധിക്കുന്നു. കാതിൽ കൂടിയാണ് ശബ്ദത്തെ അറിയാൻ സാധിക്കുന്നു. ത്വജമസ്യ വിനിർഭിന്നം വിവിശുർധിഷ്ണ്യമോഷധി അംശേരോമഭികണ്ടും യൈരസൗ പ്രതിപദ്യതേ. ത്വകീന്ദ്രിയം ഉണ്ടാവാനുള്ള കാരണം രോമകൂപങ്ങൾ ഉണ്ടാവാൻ കാരണം ഓരോരോ ഇന്ദ്രിയത്തിന്റെയും പ്രവൃത്തി വേറെ വേറെ പറയുന്നു. അതുപോലെ അസ്താവസ്യ വിനിർഭിന്നാവിന്ദ്രസ്വപതിരാവിശൻ വാർത്തയാംശേന പുരുഷോ യാവൃത്തിയും പ്രപദ്യതേ. ഹസ്തവും കൈകൾ ഉണ്ടാവാനുള്ള കാരണം പ്രവൃത്തി ചെയ്യണം തോന്നിയപ്പം കൈകൾ വേണം. എന്തെങ്കിലും കർമ്മം ചെയ്യണം വിചാരിച്ചാൽ കൈകൾ വേണം. അങ്ങനെ കൈകളെ കൊണ്ട് കർമ്മം ചെയ്യണം. ആ കൈകളെ കൊണ്ട് കർമ്മം ജീവിച്ചിട്ടാണ് നമ്മൾ വേണ്ട പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. കൈയില്ലാഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ കൈയിന്റെ ദേവത ഇന്ദ്രനാണ്. പ്രവർത്തിക്കണം തോന്നിയപ്പം ജീവന് കൈകളുണ്ടായി. അതിന് ദേവത ഇന്ദ്രനായിട്ട് ശോഭിക്കുന്നു. പ്രവർത്തിക്കണം മോഹൻ ഉണ്ടായപ്പോഴാണ് ഉണ്ടായത്. പാദാവസ്യ വിനിർഭിന്നോ ലോകേശോ വിഷ്ണുരാവിശൽ ഗത്യാ സ്വാംശേന പുരുഷോ യയാ പ്രാപ്യം പ്രപദ്യതേ. പാദങ്ങൾ ഉണ്ടാവാൻ കാരണം ദേശഗമനത്തിന് വേണമെങ്കിൽ ഒരു ദേശത്തു നിന്നും മറ്റേ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ കാലില്ലാതെ പോകാൻ പറ്റില്ല. അപ്പൊ നടക്കാനുള്ള മാർഗമായിട്ടാണ്. അങ്ങനെ വേണമെന്ന് തോന്നിയപ്പോ കാലുണ്ടായി. കാരണം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ പാദങ്ങൾ, അതിനാണ് പാദങ്ങൾ ഉണ്ടായത്. ആ പാദത്തിന്റെ ദേവത വിഷ്ണുവാണ്. വിഷ്ണു പാദത്തിൽ പ്രവേശിച്ചപ്പം പാദത്തിന് പ്രവർത്തിക്കാൻ സാധിച്ചു. അങ്ങനെയാണ് കാലുണ്ടായത്. ബുദ്ധിഞ്ചാസ്യ വിനിർഭിന്നം വാഗീശോ ധിഷ്ണ്യമാവിശൽ ബോധേനാംശേന ബോധവ്യ അപ്രതിപത്യറിയഥോ ഭവൻ. വിരാപുരുഷന് പിന്നെ ഇതൊക്കെ ഈ ഇന്ദ്രിയം മാത്രം പോരാ, ബുദ്ധി വേണ്ടതും വേണ്ടാതും തിരിച്ചറിയാനുള്ള ബുദ്ധി എന്നുള്ള അവസ്ഥയും വന്നപ്പം ആ ബുദ്ധിയുടെ ദേവതയായിട്ട് ബ്രഹ്മദേവനാണ് ശോഭിക്കുന്നത്. ബുദ്ധിയുടെ ദേവത ബ്രഹ്മദേവനാണ്. കാരണം ബുദ്ധി നേരെ ആയാലേ ഇതിനെ കൊണ്ടൊക്കെ കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഈ ബുദ്ധി നേരെ അല്ലെങ്കിൽ വേണ്ടത് വഴിക്ക് ഇന്ദ്രിയങ്ങൾ പോകും. അപ്പൊ വേണ്ട വഴിക്ക് ബുദ്ധി പോകണമെങ്കിൽ നിയന്ത്രിക്കാൻ നല്ല ദേവത ഉള്ളതാണ് ബുദ്ധി ദേവത. ബ്രഹ്മാവാശോഭിക്കുന്നത് ബുദ്ധി നേരെയാലേ. ദശമസ്കന്ധത്തിൽ പറയുന്നത്, ദശമസ്കന്ധ ലീലകൾ എടുക്കുമ്പോൾ തന്നെ ഭഗവാൻ വിദ്യാർത്ഥിയെ പ്രവേശിച്ചപ്പം ആദ്യം തന്നെ വന്നത് ബ്രഹ്മാവാണ്. കാരണം കൃഷ്ണന്റെ കുട്ടികളി ഇത് മനസ്സിലാക്കണമെങ്കിൽ പറ്റിയാൾ ബുദ്ധി കൊണ്ട് ചിന്തിക്കണം. ബ്രഹ്മാവാണെങ്കിൽ മുത്തച്ഛന്റെ എത്രയോ ഉയർന്ന ആളാണ്. ബ്രഹ്മദേവൻ വന്നിട്ടാണ് ബ്രഹ്മദേവൻ കണ്ടു. വാസ്തവം ശരിയായിട്ട് കണ്ടു. ബ്രഹ്മദേവന് കാരണം മോഹൻ ഉണ്ടായതാണ്. നാരായണീയം പരീക്ഷിക്കാന്നൊക്കെ പറഞ്ഞെങ്കിലും വാസ്തവം ഭാഗവതം പറഞ്ഞത് ബ്രഹ്മാവ് കാണാമെന്ന ഭഗവാന്റെ ദൃഷ്ടും എന്നാണ്. കാണാൻ വേണ്ടി ബ്രഹ്മദേവൻ വന്നിട്ടാണ്. കാരണം ഭഗവാൻ കുട്ടികളോട് കൂടിയിട്ട് ഇരുന്ന്
ഊണ് കഴിക്കുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. അപ്പുറത്ത് മഹാവാദിയായ അഘാസുരന് മോക്ഷവും കൊടുക്കും. ഇപ്പുറത്താണെങ്കിൽ ശുദ്ധവും അശുദ്ധവും ഒന്നും ഇല്ലാണ്ട് എച്ചിനും മറ്റും ഒന്നും ഇല്ലാണ്ട് ഊണും കഴിക്കും. കണ്ടപ്പോഴാണ് ഒരു അടയപാലം തന്നെയാണോ, ഇല്ലെങ്കിൽ സർവേശ്വരനാണോ സംശയം ഉണ്ടായിട്ടല്ല. അത് ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മദേവൻ വന്നു. ഭഗവാനാണെങ്കിൽ ഗോപന്മാരോട് കൂടി ഊണിക്കാൻ പുറപ്പെട്ട കുട്ടികളെ വെള്ളം കുടിപ്പിച്ച് പുല്ല് തിന്നാനാക്കിയിട്ടാണ് ബ്രഹ്മദേവൻ വന്നിട്ടുണ്ട്. ഭഗവാൻ മനസ്സിലായിട്ടാണ്. എന്നാ ഊണ് കഴിക്കാനല്ലേ ചോദിച്ചു. ഊണ് കഴിക്കാനിരുന്ന കഴിക്കാൻ പുറപ്പെട്ടപ്പോഴാണ് ഗോപന്മാർ കൃഷ്ണ പശുക്കുട്ടികളെ കാണാൻ ചെന്നത്. അപ്പോഴേക്ക് പറഞ്ഞു കാണാനില്ല. പുല്ല് വെള്ളം കുടിക്കാൻ വെള്ളം കൊടുത്ത് മാറ്റിയതാണ്, കാണാനില്ല എന്നോ. ഭഗവാൻ പറഞ്ഞു ഞാൻ അന്വേഷിച്ചു വരാം, നിങ്ങൾ ഇവിടെ ഇരുന്നു. ഊണ് കഴിക്കുമ്പോൾ ആര് വന്നാലും എനിക്ക് എന്ന് പറഞ്ഞ ഭഗവാൻ എനിക്ക് പോളുമുണ്ട്. കൃഷ്ണൻ ഇതൊന്നും ബാധകല്ല. നമ്മൾക്ക് അതൊക്കെ ബാധക ഭാവത്തില് ഭഗവാൻ എണീറ്റ് പോയത് പശുക്കുട്ടിയെ നോക്കാനല്ല. ബ്രഹ്മദേവൻ വന്നിട്ട് കാണാൻ മോഹിച്ച ആളല്ലേ, ഞാൻ കണ്ടോളൂന്ന ഭാവത്തില്ല. ഇവരിവിടെ കൊണ്ടേക്കോളൂന്ന ഭഗവാൻ ആ നീങ്ങിയപ്പോ ഗോപന്മാരി പ്രഭാവം. പിന്നെ ഭഗവാൻ ഒരു കരച്ചില് അവിടെയും ഇവിടെയും നോക്കിയിട്ട് ചോറൂരുടെയും പകുതി ഊണ് ചോറൂടെ ആയിട്ട് ഇങ്ങനെ പശുക്കുട്ടികളെ കാണാനില്ല, ഗോപന്മാരെ കാണാനില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കുക, വള്ളിക്കുള്ളിൽ പോയി നോക്കുക, കാലിൽ തിരിയെടുത്ത് പോയി നോക്കുക, ഗുഹയിലുള്ളിൽ പോയി നോക്കുക, എവിടെയും കാണാനില്ലേ. ഭഗവാൻക്കറിയാം ഇതേ ബ്രഹ്മദേവനെ മോഹിപ്പിക്കാൻ കത്തിൽ കൂടിയിട്ട് അവസാനം ഇവരില്ലാണ്ട് പോവാനും വയ്യ, ബ്രഹ്മദേവന് കാണാണ്ടായാൽ വയ്യെന്ന ഭാവത്തില് ബ്രഹ്മദേവന് കാണാനും രണ്ടും വേണ്ടി ഇവർക്കും സന്തോഷാവണം, ഗോപികൾക്കും സന്തോഷാവണം, ബ്രഹ്മദേവനും സന്തോഷാവാൻ വേണ്ടി ഭഗവാൻ എല്ലാം താനായിട്ടാണ് മാറി. വിശ്വഗതി ഈശ്വരാണ്. എല്ലാം താനായി താൻ തന്നോട് കൂടി ഒരു കൊല്ലം ഒരാളും അറിഞ്ഞില്ല. ഏട്ടൻ പോലും കഴിയാൻ കാലത്താണ് അറിഞ്ഞതെന്ന് ഇരിക്കേ ബ്രഹ്മദേവന് ബോധ്യമായപ്പോഴാണ് ബ്രഹ്മദേവൻ നമസ്കാരം ഉണ്ടായത്. അപ്പൊ ബ്രഹ്മദേവന്റെ ബുദ്ധി ശരിയായ നിലയില് ബുദ്ധിയുടെ ദേവതാണ് പറയാൻ കാരണം ബുദ്ധി കൃഷ്ണകഥയിൽ ഉറയ്ക്കാൻ സാധിക്കണം. വിഷയത്തിൽ പോയിക്കൊണ്ടിരിക്കും, പല പല വിഷയങ്ങൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ബ്രഹ്മദേവൻ ചിന്തിച്ച് കണ്ടെത്തി ഇതന്നെയാ യാഥാർത്ഥ്യം, സത്യം എന്ന ഭാവത്തില് സത്യലോകത്തിൽ അധികം ആദ്യം കുടുങ്ങി. സത്യാകേകധരേ നേതി ജ്ഞാതൊന്നേഷ്ടേകഭഞ്ജന എന്നൊക്കെ പറഞ്ഞ ബ്രഹ്മദേവൻ സത്യം ഇതന്നെയാണ് എന്ന് ബോധ്യമായി കഴിഞ്ഞുള്ള അവസ്ഥ. അപ്പൊ ആ ബുദ്ധി ഉറച്ചു കഴിഞ്ഞാൽ പല വഴിക്കും പിന്നെ ഇന്ദ്രിയങ്ങൾ പോവില്ല, ഇന്ദ്രിയങ്ങൾ കണ്ടത് വഴിക്ക് പോവില്ല. അപ്പൊ ബുദ്ധി ആദ്യം ഉറപ്പിക്കണം. അതും ഇതാണ് ഓർപ്പിക്കുന്ന. ആ ബുദ്ധി കൊണ്ട് ഇനി മാറിപ്പോവില്ല എന്ന ഭാവത്തില് അങ്ങനെ ബുദ്ധിക്ക് നിൽക്കാൻ വേണ്ടിയുള്ള സ്ഥലത്തെയും ബുദ്ധി കൊണ്ട് ഉറയ്ക്കാനും ജീവൻ ഇതുകൊണ്ട് സാധിച്ചു. ആ പരമജ്ഞാനം ബുദ്ധിയിൽ കൂടി ഉറയ്ക്കാൻ ജീവന് സാധിച്ചു. ജീവൻ മായ ബാധിച്ച് നിൽക്കായിരുന്നെങ്കിലും മായ ബാധിക്കാതെ ആയപ്പം ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും യഥാർത്ഥ ജ്ഞാനത്തെ ഉൾക്കൊള്ളാനും ബുദ്ധിയിൽ അവിടെ ഉറപ്പിക്കാനും സാധിച്ചു. എന്നിട്ടാണ് ഹൃദയം ചാശ നിർഭിന്നം ചന്ദ്രമാധിഷ്ണ്യമാവിശൽ മനസംശയേനാസോ വിക്രിയാം പ്രതിപദ്യ. ഇങ്ങനെ ബുദ്ധിയിൽ ഓർപ്പിച്ചു കഴിഞ്ഞാൽ എവിടെയും കൊണ്ടുവയ്ക്കണ്ടേ? ഇത് കൊണ്ടുവയ്ക്കാൻ പറ്റിയ സ്ഥലം കാണും. എവിടെ വെക്കേണ്ട? മനസ്സിലാണ് കൊണ്ടുവയ്ക്കേണ്ടത്. ബുദ്ധിയിൽ ഉറച്ചു കഴിഞ്ഞാൽ ഈ ഉറച്ചു കഴിഞ്ഞുള്ള ബുദ്ധിയെ കൊണ്ടുവയ്ക്കാൻ പറ്റിയ സ്ഥലമാണ് മനസ്സ്. അപ്പൊ മനസ്സ് വൃത്തിയായി സൂക്ഷിക്കണം. മനസ്സിൽ കളങ്കണ്ടായാൽ പറ്റില്ല. അതുകൊണ്ട് ആ മനസ്സിന്റെ ദേവതയാണ് ചന്ദ്രൻ. ചന്ദ്രൻ കളങ്കമില്ലാത്ത ആളാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. അത് നമ്മളൊക്കെ ചന്ദ്രനെയാണ് ഭഗവതിയായിട്ട് ആ ചന്ദ്രനാണ്. കുട്ടികളുടെ ഉള്ളിലുള്ള മാലിന്യം മുഴുവൻ കളയാൻ നമ്മളൊക്കെ വാസ്തവം കുട്ടികളാണ്. ജഗദീശ്വരിയായ ഭഗവതിയുടെ കുട്ടികളെ നമ്മളൊക്കെ അമ്മേതായില്ല. എത്രയൊക്കെ 90 വയസ്സ് കഴിഞ്ഞാലും അമ്മേന്നാണ് മാറ്റി വിളിക്കാറുണ്ടോ? ഇല്ലേ? ആ 90 വയസ്സ് കഴിഞ്ഞാലും 100 കഴിഞ്ഞാലും ഭഗവതിയെ പോയിട്ട് അമ്മ തന്നെയാണ്. അപ്പൊ
അമ്മ ശോഭിക്കണം. ആ അമ്മ വേണ്ട പോലെ ആക്കിയാലേ മക്കൾക്ക് വേണ്ട ജ്ഞാനമൊക്കെ ബുദ്ധി നേരിട്ടൊന്നും കാര്യമില്ല. ഈ അമ്മയുടെ അനുഗ്രഹം അവിടെ പൂർണ്ണമായിട്ട് ഉണ്ടായാലേ അവ ചന്ദ്രനെ പോലെ കളങ്കം ഇല്ലാതെ കണ്ട ബുദ്ധി എപ്പോഴും അടിച്ചു വാരി വൃത്തിയാക്കണം മനസ്സ്. എന്നും അടിച്ചു വാരി വൃത്തിയാക്കണം മനസ്സ്. നമ്മളൊക്കെ രാവിലെ വൈകുന്നേരം അടിച്ചു വാരിട്ടാവില്ലേ ഇല്ലേ? എന്നാലും നാനായുധം മുന്നോട്ട് പോവില്ല. അടിച്ചു വാരിയാലൊന്നും നാനായുധം എത്രക്കായാലും മുക്കും മൂലയും വൃത്തിയാക്കാൻ കഴിയില്ല. ചിലപ്പോൾ കണ്ടോളൊന്നുമില്ല. നാം ഇപ്പൊ തന്നെ ഏൽപ്പിക്കുക. ഇവിടെ ആണെങ്കിൽ ഭഗവാന്റെ കഥകളാകുന്ന ചൂല് കൊണ്ട് അടിച്ചു വാരിയാൽ വിധുനോതി ധുനോതി അല്ല, അത് മുഴുവൻ നാനായതും പുറത്തേക്ക് പോവാൻ പറ്റിയ നല്ലൊരു ചൂലാണ്. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. അപ്പൊ ഈ മനസ്സ് നന്നായി കഴിഞ്ഞാൽ അവിടെയാണ് ഈ സങ്കല്പങ്ങളും വികല്പങ്ങളും. ചില നല്ലത് പോലും ചീത്ത വരും. ആ നല്ലത് അവിടെ വെക്കാനും ചീത്തതിനെ കളയാനും സാധിക്കും. അത് ബുദ്ധി കൊണ്ട് മനസ്സിനെ ശുദ്ധീകരിക്കാൻ മനസ്സും ബുദ്ധിയും കൂടി യോജിപ്പിക്കാൻ സാധിക്കുന്ന. എന്നാൽ നല്ല സങ്കല്പത്തെ വെക്കാനും വേണ്ടാത്ത ചിന്ത വരാതിരിക്കാനും സാധിക്കും. വേണ്ട ചിന്തിക്കാനും വേണ്ടാത്ത ചിന്ത വരാതിരിക്കാനും സാധിക്കും. അങ്ങനെ ആത്മാനന്ദാസ്യം ഭിന്നം അഭിമാനോ വിശൽപദം കർമ്മണാക്ഷേനയേനാസൗ കർത്തവ്യം പ്രതിപദ്യതേ. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാലാണ്, എന്നാലും ബുദ്ധിമുട്ടുണ്ടെന്നാണ്. ഇതൊക്കെ വരുമ്പോഴേക്ക് പിന്നെയും ഞാൻ എന്നുള്ള ഭാവം വരും. ആത്മാനന്ദാസ്യ നിർഭിന്നം. ഈ ആത്മാവാസത്യമായ വസ്തുവിൽ ഞാൻ തോന്നരുത്, ആത്മാവേ തോന്നാവും. ഈ ഞാൻ എന്നുള്ള ഭാവം. എന്നാൽ ചിലതിനൊക്കെ വേണം, ചിലതിനൊക്കെ അഹങ്കാരം ഇല്ലെങ്കിലും വയ്യ. ഈ അഹങ്കാരത്തിന്റെ ദേവതയാണ് വാസ്തവം. കർമ്മണാംശേനയേനാസൗ കർത്തവ്യം പ്രതിപദ്യതി. അഭിമാനത്തിന്റെ ദേവത അഹങ്കാരം പറയാമോ? ഈ അഭിമാനം, ഈ അഭിമാനത്തിന്റെ ദേവതയാണ് രുദ്രൻ. രുദ്രൻ വന്നാൽ രുദ്രൻ കുറച്ച് ക്രോധത്തിന്റെ, രുദ്രന്റെ ക്രോധാണ്, ഒരു തമോ ഗുണമാണ്. ആ തമോ ഗുണമാവുമ്പം ഈ അജ്ഞാനം കൊണ്ട് ഞാൻ എന്നുള്ള ഭാവം. കാരണം കുറച്ച് ഭാഗവതം വായിക്കുമ്പോഴേക്ക് ഞാൻ വായിക്കാം, ഓ ആഞ്ഞൊക്കെ പറയാതെ ഞാൻ വായിക്കാന്ന് തന്നെ ആഞ്ഞം പറയാറില്ല. ഈ ഉള്ളവന്നേ കൃഷ്ണാഞ്ഞം പറയാറുള്ളൂ. ഈ ഉള്ളവന്നേ പറയാറില്ലെങ്കിൽ, അല്ലെങ്കിൽ ഗുരുനാഥൻ, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ, അല്ലെങ്കിൽ ഈ ഉള്ളവൻ. നാലാമത് കഥാപാത്രം അദ്ദേഹത്തിന്റെ കഥയില് ഇല്ല. ഒന്നൊരു വലിയ ആഞ്ഞം, അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ, അല്ലെങ്കിൽ ഈ ഉള്ളവൻ. ഞാൻ പറയില്ല. അപ്പൊ ഞാനുള്ള ഭാവം പോണം. അഹങ്കാരം ഇല്ലാതെയാവാൻ എങ്ങനെ വരാതിരിക്കില്ല? അപ്പൊ തമോ ഗുണം കൊണ്ടാണ് ഉണ്ടാവുന്നത്. അതിനെ ഇല്ലാതെയാക്കാം. അപ്പൊ അതും ഒരു ഭാഗത്ത് ഉണ്ടാവും. അതിനെ ഒതുക്കി നിർത്താൻ ബുദ്ധി കൊണ്ട് സാധിക്കണം, മനസ്സുകൊണ്ട് സാധിക്കണം. എന്നാൽ രുദ്രന്റെ സ്ഥാനവും അവിടെ ഉണ്ടെന്നാണ്. നമ്മൾ ഉള്ളിൽ എപ്പോഴും അഹങ്കാരം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. സത്വഞ്ചാസ്യ വിനിർഭിന്നം മഹാന്ധിഷ്ണ്യമുപാവിശൽ ചിത്തേന അംശേനയേനാസൗ വിജ്ഞാനം പ്രതിപദ്യതേ. പുരുഷന് ഇങ്ങനെ ഓരോരോ അവയവങ്ങൾ ഉണ്ടാവുന്ന കൂട്ടത്തില് പുരുഷന്, വിരാട് പുരുഷന് ചിത്തം ഉണ്ടായി. ചിത്തേന അംശേനയേനാസോ. ചിത്തത്തെ ഉണ്ടായപ്പോഴാണ് അത് ചൈതന്യ രൂപമാണ് ചിത്തം എന്നുള്ള അവസ്ഥ. ആ ചൈതന്യത്തിലാണ് അവിടെ പ്രധാനമായിട്ട് കൊടുത്ത ചിത്തേന അംശേനേനാസൗ വിജ്ഞാനം പ്രതിപദ്യതേ. സത്വഞ്ചാസി വിനിർഭിന്നം മഹാൻ ധിഷ്ണ്യമുപാവിശൻ. അവിടെയാണ് വാസ്തവം. ചൈത്യത്തിലാണ് സാക്ഷാൽ സർവേശ്വരൻ ശോഭിക്കുന്നത്, വാസുദേവനായിട്ട് ശോഭിക്കുന്നത്. അല്ലെങ്കിൽ ബ്രഹ്മദേവനും വാസുദേവൻ എന്നുള്ള ഭാവത്തേക്ക്. കാരണം ഭാഗവതം ആദ്യം തന്നെ ഉപദേശം സ്വീകരിച്ചപ്പം ബ്രഹ്മദേവൻ ഭഗവാനായിട്ടുണ്ട്. അപ്പൊ ഈ കർമ്മങ്ങളെ കൊണ്ട് ഭഗവാൻ ഇരിക്കും. ഭഗവാൻ ഉപദേശിക്കുന്ന ആൾക്കാരും ഇരിക്കുന്ന സ്ഥലമാണ്. അങ്ങനെ ആ ചൈത്യനാവാൻ ചിത്തത്തിരുന്നു കൊണ്ട് ചിന്തിക്കാനും സാധിക്കും. അങ്ങനെ ചിത്തമുണ്ടായി, ചൈത്യനുണ്ടായി. അങ്ങനെ ഓരോന്നും ഈ ആത്മാവിന് വേണം തോന്നുമ്പം അതാത് ഇന്ദ്രിയങ്ങളും അതാ ദേവതകളും അതിൽ പ്രവേശിച്ചു എന്നാണ്.
പ്രവേശിച്ചുള്ള അവസ്ഥയും കാണുന്ന. പിന്നെ ഈ വിരാട് പുരുഷന് ശ്രീകൃഷ്ണോസ്യ ദ്യൗധര പദ്ഭ്യാം ഖം നാഭേരുദപദ്യത ഗുണാനാം വൃത്തയോ യേഷു പ്രതീയന്തേ സുരാദയ. ഈ ശരീരത്തില് മറ്റുള്ള ഇന്ദ്രിയങ്ങൾ ഓരോന്നുണ്ടായി. ശ്രീകൃഷ്ണ ദ്യൗധര പദ്ഭ്യാം ഖം നാഭേരുദപദ്യത. ശിരസ്, അതുപോലെ കാലുകള്, നാഭി തുടങ്ങിയ അവസ്ഥകളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞു. ഇതൊക്കെ ഉദ്ഭവിച്ചു കഴിഞ്ഞുള്ള അവസ്ഥ. അങ്ങതൊന്നും ദേവന്മാര്, മനുഷ്യന്മാര്, പ്രാണികള്, മറ്റ് ജീവജാലങ്ങള് ഇതൊക്കെ ഉണ്ടായ അവസ്ഥ. ഓരോരോ ജീവജാലങ്ങളും ഇതുണ്ടായ എല്ലാ ജീവജാലത്തിലും ചൈതന്യ രൂപേണ ഭഗവാൻ തന്നെയാണ് വർത്തിക്കുന്നത്. അതാത് ജീവജാലങ്ങൾക്ക് ഇപ്പം അവിടെ മാനായിട്ടും മയിലായിട്ടും കുയിലായിട്ടും ഒക്കെ പല ജീവജാലങ്ങളും അതാതിന്റെ പ്രവൃത്തി അതാത് കർമ്മം കൊണ്ട് ചെയ്യുമെന്നല്ലാണ്ട് അതിലൊക്കെ ശോഭിക്കുന്ന ചൈതന്യം എല്ലാത്തിലും ഭഗവാൻ തന്നെയാണ്. അങ്ങനെ ഭഗവാന്റെ ആ ശക്തിയെ ഇവിടെ കാണിച്ചു തന്നു. താത്തീയേന സ്വഭാവേന ഭഗവന്നാഭിമാശ്രിതാഭയോരന്തരം വ്യോമ യേ രുദ്രപാഠദാംഗണ. തമോ ഗുണത്തിന്റെ അവസ്ഥ, രജോ ഗുണത്തിന്റെ അവസ്ഥ, സത്വഗുണത്തിന്റെ അവസ്ഥ. അത് ഓരോരോ ജീവികൾക്കും ഓരോരോ ഗുണങ്ങളെയാണ് കൊടുത്തത്. ചില ജീവികൾക്കൊക്കെ രജോ ഗുണം മാത്രമേ ഉള്ളൂ, ചില ജീവികൾക്കൊക്കെ സത്വഗുണം മാത്രമേ ഉള്ളൂ, ചിലർക്കൊക്കെ തമോ ഗുണം മാത്രമേ ഉള്ളൂ. രജോ ഗുണം, സത്വഗുണം, തമോ ഗുണം. അത് ഭൂമിയിലുള്ള ആൾക്കാർക്ക്, പൊതുവേ ഭൂമിയിലുള്ള ആൾക്കാർക്ക് ആത്യന്തികേന സത്വേന ദിവം ദേവാ പ്രവേദിതേ ധരം രജസ്വഭാവേന പണയോ യേജദാനു. ഭൂമിയിലെ ആൾക്കാർക്ക് പൊതുവേ ധരം രജസ്വഭാവേന. രജോ ഗുണമാ നമ്മൾക്കൊക്കെ പൊതുവേ ബ്രഹ്മദേവൻ ഭഗവാൻ നമ്മൾക്കൊക്കെ തന്ന രജോ ഗുണമാണ്. ദേവന്മാർക്കൊക്കെ സത്വഗുണമാണ്. താത്തീയേന സ്വഭാവേന ഭഗവന്മാഭിമാശ്രിതയോരന്തരം വ്യോമ യേ രുദ്രപാഠ. അധോലോകങ്ങളിലൊക്കെ ഭഗവാൻ കൊടുത്തത് തമോ ഗുണം. എന്തിനാ ഈ ഗുണങ്ങൾ ആൾക്കാരെ വേറെ വേറെ താമസം ചോദിച്ചാല് ഈ ഇവർ തമ്മിൽ യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. തമോ ഗുണവും രജോ ഗുണവും കൂടി യോജിക്കാൻ ബുദ്ധിമുട്ടാണ്. തമോ ഉള്ള ആൾക്കാർ വേറെ ആയിക്കോട്ടെ, രജോ ഉള്ള ആൾക്കാർ വേറെ ആയിക്കോട്ടെ, സത്വഗുണം വേറെ ആയിക്കോട്ടെ. ഇങ്ങനെ വേറെ സ്ഥലമൊക്കെ സൃഷ്ടിച്ച് വേറെ ദിക്ക് താമസിപ്പിച്ചു. അവിടെ പോയാൽ എപ്പോഴും രാജയാ. സത്വഗുണം മാത്രമുള്ള ദേവലോകത്ത് എപ്പോഴും സമാധാനമാണോ? എപ്പോഴും രാജയാ. രജോ ഗുണം മാത്രമുള്ള ഭൂമിയിലെ രജോ ഗുണം മാത്രമേ എവിടെ ഉള്ളൂ. രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്, സത്വഗുണമുണ്ട്. ഇത് ഏകലോകത്തുണ്ട്. രജോ ഗുണമുണ്ട്, തമോ ഗുണമുണ്ട്, സത്യഗുണം. അധോലോകത്തിലുണ്ട് തമോ ഗുണമുണ്ട്, രജോ ഗുണമുണ്ട്. ഇതൊക്കെ ഓരോരുത്തരും ഉണ്ട്. നമ്മളൊക്കെ വാസ്തവം സത്വഗുണമുള്ള ആൾക്കാരാ. ബ്രാഹ്മണന് നമ്മൾ സത്വഗുണമുണ്ട്, രജോ ഗുണമുണ്ട്, തമോ ഗുണം എല്ലാവരിലും ഉണ്ട്. ഇതൊക്കെ ഏറ്റക്കുറച്ചിലുണ്ട്. ചിലർക്ക് തമോ ഗുണം അധികവും, ചിലർക്ക് രജോ ഗുണം അധികവും, ചിലർക്ക് സത്വഗുണം. ഇങ്ങനെ ഏറ്റക്കുറച്ചുണ്ടാവും. പൊതുവെ എല്ലാവർക്കും ഇതൊക്കെ ഉണ്ട്. നീ ഭൂതപ്രേത പിശാചുക്കൾക്ക് വാസ്തവം തമോ ഗുണങ്ങളാണ്. അവരൊക്കെ ദേവന്മാർ സത്വഗുണം പ്രധാനമാണ്, മനുഷ്യർക്ക് രജോ ഗുണം പ്രധാനമാണ്. രജോധി ഇങ്ങനെ പറയാനുണ്ട്. രജോധി ആ കർമ്മബല ദുഃഖേറ്റ സുഖമാഞ്ഞെന്ന് പറയണു. അപ്പൊ ഈ രജോ ഗുണം അധികമാവുകൊണ്ടാ എപ്പോഴും ദുഃഖം നമ്മൾക്ക്. എന്താ വെച്ചാൽ നാളെ സുഖമാവുമല്ലോ എന്ന് ഒരു ചിന്ത. കർമ്മം വീണ്ടും ചെയ്യും. അതാണ് കർമ്മം ചെയ്യാതിരിക്കുക. എപ്പോഴും കർമ്മം ചെയ്യും. കാരണം ഇപ്പൊ ദുഃഖമാണെങ്കിലും നാളെ ഇത് തന്നെയാണ് നാളെ ഇത് തന്നെയാണ് അനുഭവം. എങ്കിലും നാളെ എന്നൊരു ഭാവം ഉണ്ടാവും. മറ്റത് ദേവന്മാർക്ക് അതില്ല. ഇന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞു. തമവും അതെ, അവര് നാളേക്ക് എത്തിക്കൊന്നുമില്ല. ഇപ്പൊ മൃഗങ്ങളൊന്നും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബാക്കി നാളെ കഴിക്കാമെന്നും മൃഗങ്ങൾ വിചാരിക്കില്ല. നാളെ ഉണ്ടെങ്കിൽ നാളെ അപ്പം നോക്കാം. കാരണം ഇപ്പൊ നാളേക്ക് മൃഗത്തെ കൊന്ന് കുറച്ച് കഴിച്ചോ ബാക്കി നാളെ കഴിക്കാമെന്ന് വിചാരിക്കുമോ? വിഷ്ണു ആരോളം കഴിച്ചു പിന്നെ കൊണ്ടുപോകില്ല, അവിടെ പോയി. ഇനി വേണമെങ്കിൽ അപ്പം നോക്കാം. നാളത്തെ കാര്യം സന്യാസിമാരെ പോലെയാണ്. കാരണം കഴിക്കാൻ ഇത് വാങ്ങാൻ കഴിക്കാൻ പാത്രം. നാളേക്കുള്ള ചിന്ത നാളെ ഇല്ല. നാളെ കരുതി വയ്ക്കാൻ പാടില്ല. ഇപ്പൊ നാളേക്കല്ല, ഇപ്പൊ മറ്റന്നാളേക്കാണ് വ്യത്യാസം. കുറെ കാലത്തെ
സ്ഥിതിയും കൂടി നോക്കാനാണ്. നമ്മൾ ഉണ്ടോ ഉറപ്പുണ്ടോ? ഗൃഹസ്ഥന്മാരിതൊക്കെ വേണം, ഗൃഹസ്ഥന്മാരിതൊക്കെ വേണം, മറ്റുള്ളതൊന്നും വേണ്ട. അപ്പൊ ഈ തമോ ഗുണവും രജോ ഗുണവും സത്വ ഗുണവും അതും ഓരോരോ വർണ്ണക്കാരും പ്രത്യേകിച്ച് മുഖതോ വർത്തത ബ്രഹ്മ പുരുഷസ്യ പുരുദ്വഹ യസ്തൂന്മുഖത്വാദ്വർണ്ണാനാം മുഖ്യോ ബ്രാഹ്മണോ ഗുരു. ഈ വിരാട് പുരുഷന്റെ മുഖത്തുനിന്നാണ് മുഖതോ വർത്തത ബ്രഹ്മ. ഈ വിരാട് പുരുഷന്റെ മുഖത്തുനിന്നാണ് വേദം ഉണ്ടായത്. വേദം വിരാട് പുരുഷന്റെ മുഖത്തുനിന്ന് ഉണ്ടായതാണ്. ആ വേദകർമ്മങ്ങളും അതുപോലെ തന്നെ കൊണ്ടു. അതും മുഖ പുരുഷസ്യ പുരുദ്വാ യസ്തൂന്മുഖത്വാത് വർണ്ണാനാം മുഖ്യോ ബ്രാഹ്മണോ ഗുരു. ഈ വിരാട് പുരുഷന്റെ മുഖത്തുനിന്നാണ് വർണ്ണത്തിലെ പ്രധാനിയായ ബ്രാഹ്മണര് ഭഗവാന്റെ മുഖത്തുനിന്ന് ഉണ്ടായതാണ്. ഈ വിരാട് പുരുഷന്റെ മുഖത്തുനിന്നാണ്. അതും ഏറ്റവും പ്രധാനം മറ്റുള്ള 3 വർണ്ണങ്ങളെ ശ്രേഷ്ഠമാണ് ബ്രാഹ്മണ വർണ്ണം. കാരണം ഈ ബ്രാഹ്മണന്റെ പ്രത്യേകത മുഖ്യോ ബ്രാഹ്മണോ ഗുരു. മറ്റുള്ളവർക്ക് ഗുരുസ്ഥാനീയരാണ് ബ്രാഹ്മണർ. മറ്റു 3 വർണ്ണത്തിൽപ്പെട്ട ആൾക്കാർക്കും ഗുരുസ്ഥാനീയരാണ്. അവർക്ക് ഗുരു യാഥാർത്ഥ്യത്തെ പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അവർക്ക് സംശയം വന്നാൽ പറഞ്ഞു കൊടുക്കുക ആരാ? മറ്റുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും വന്നാൽ അവർ വന്ന് ചോദിക്കില്ലെങ്കിൽ പോയിട്ട് ചോദിക്കാം. പെരുന്നാൾ എന്നാണ്, ഗ്രഹണത്തിനെ പറ്റി എന്തൊക്കെയാവും, ഇങ്ങനെ ഓരോന്നും അവർക്ക് നമ്മൾക്ക് അറിഞ്ഞിട്ടല്ല എങ്കിൽ അവർക്ക് അറിയാം, നമ്മൾക്ക് അറിയാം. നമ്മൾക്കറിയാവുന്ന അവർക്ക് അറിയാം. മറ്റ് 3 വർണ്ണക്കാരുടെയും ഗുരുനാഥനായിട്ട് ബ്രാഹ്മണര് മാറും. കാരണം വേദം ഭഗവാൻ ഉണ്ടായതാണ്, മുഖത്തുണ്ടായതാണ്. ഈ വേദം ഉണ്ടായ പോലെ തന്നെ ആ ബ്രാഹ്മണരും അറിവും അറിവ് ചെയ്യാൻ പറ്റിയ ആൾക്കാരും ഭഗവാന്റെ മുഖത്തുനിന്ന് ഉണ്ടായിരുന്നു. വേദച്ച അറിവെന്നർത്ഥം. ഈ അറിവെന്ന് ഭഗവാന്റെ മുഖത്തുനിന്നാണ്. ബ്രാഹ്മണരും ഭഗവാന്റെ മുഖത്തുനിന്നാണ്. ഈ സംശയം തീർക്കാൻ ബ്രാഹ്മണരാണ് എല്ലാവരെയും ഗുരുനാഥന്മാരായി ശോഭിക്കുന്നു ബ്രാഹ്മണരെ. ധർമ്മസ്കന്ധത്തിലെ അന്തമോപൻ പറയുന്നു. ഗർഗാചാര്യര് അവിടെ വസ്തുവിന് പറഞ്ഞിട്ട് വന്നു ഉണ്ണിയുടെ നാമകരണത്തിന്. അനന്തഗോപനെ പോലെ ഏതായാലും ഈ ഉണ്ണിക്ക് കൂടി പേരുണ്ട്. അപ്പൊ പറഞ്ഞ ഞാൻ യദുക്കളുടെ ആചാര്യനാണ്. നിങ്ങളുടെ ആചാര്യൻ ശാന്തിന്റെ മഹർഷി, ഞാൻ യദുക്കളുടെ ആചാര്യനാണ് എന്ന് പറഞ്ഞപ്പം ഇവിടെ വന്നതാണെങ്കിലും രഹസ്യമായിക്കോട്ടെ. അനന്തഗോപൻ പറഞ്ഞു അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ബ്രാഹ്മണോ ജന്മനാം ഗുരു എന്നാണ്. ജന്മം കൊണ്ട് തന്നെ ബ്രാഹ്മണരെ മറ്റെല്ലാവർക്കും ഗുരുനാഥന്മാരായി പ്രമാണം ഇതാണ്. കാരണം ബ്രാഹ്മണരെ പൊതുവെ എല്ലാവർക്കും ഗുരുനാഥന്മാരായി വേണ്ട പറഞ്ഞു കൊടുക്കുന്നു. അവ മുഖത്തുനിന്നാണ് ഉണ്ടായത്. ബ്രാഹ്മണൻ എല്ലാവരുടെയും ഗുരുനാഥനാണ്. എല്ലാവർക്കും വേണ്ടതും പറഞ്ഞു കൊടുക്കുക. അതാണ് സഭയിലൊക്കെ എന്തെങ്കിലും സംശയം വന്നാൽ തീർക്കാൻ സഭകളിലൊക്കെ ബ്രാഹ്മണരെ പണ്ട് ഉണ്ടായിരുന്നു. രാജാക്കന്മാർക്കാണെങ്കിൽ ക്ഷത്രിയന്മാരാകുമ്പോൾ വീര്യം കൂടുമ്പൊക്കെ അങ്ങനല്ല വേണ്ടത്. സമാധാനിപ്പിക്കാൻ സത്വഗുണം കൊണ്ടേ സാധിക്കുള്ളൂ. ബ്രാഹ്മണരുടെ അവസ്ഥയെ ബോധ്യപ്പെടുത്തി ബാഹുഭ്യോവർത്തത ക്ഷത്രം ക്ഷത്രിയസ്തൂവ്രത യോ യായസ്ത്രായതേ വർണ്ണാൻ പൗരുഷ കണ്ഠക്ഷത. കൈകളിൽ നിന്നാണ് വിരാട് പുരുഷന്റെ കൈകളിൽ നിന്നാണ് ക്ഷത്രിയന്മാരുണ്ടായത്. അവരുടെ ധർമ്മം തന്നെ ക്ഷത്ര തേജസ് കൊണ്ട്, ആ തേജസ്സിനെ കൊണ്ട് മറ്റുള്ള ആൾക്കാരെ പരിപാലനം ചെയ്യലാണ് അവരുടെ ധർമ്മം. ബാഹുകളെ ആ കൈക്കരുത്ത് കാണിക്കുകയാണ്. അത് മറ്റുള്ളവർ ദ്രോഹിക്കാണ്, രക്ഷിക്കാൻ വേണ്ട കൈക്കരുത്താണ്. അപ്പൊ ദ്രോഹിക്കാൻ വരുന്ന ആൾക്കാരെ ശിക്ഷിക്കേണ്ടി വരും. എങ്കിലും ഇത് രക്ഷിച്ചാണ് പ്രധാനമായ കർമ്മം. പ്രാണനം ചെയ്യുക, രക്ഷിക്കുകയാണ്. ദ്രോഹിക്കുന്ന ആൾക്കാർക്ക് രക്ഷ കൊടുക്കാൻ ക്ഷത്രിയന്മാരുടെ കർമ്മം. അത് കൈകളിൽ നിന്നാണ് ക്ഷത്രിയന്മാരുണ്ടായത്. ആ ശക്തിയാണ് ക്ഷത്രിയര്. കാരണം ഇവരെ ശത്രുക്കളിൽ നിന്നും രക്ഷ കൊടുക്കണം. ശത്രുക്കളെ എപ്പോഴാ വരാൻ ഇഷ്ടമില്ല. അപ്പൊ അവരിൽ നിന്നും രക്ഷ കൊടുക്കാൻ ശത്രുക്കൾ വേറെ എവിടെയൊന്നുമല്ല, നമ്മളെ ഉള്ളിൽ തന്നെ അതൊക്കെ വാസ്തവമുള്ളത്. അപ്പം ഈ കൈകള് ശത്രുക്കള് വരുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാല് നമ്മൾക്ക് നമ്മളെ ഭഗവാനെ സേവിക്കാൻ എതിരായ വിഷയങ്ങള് ഇവിടെ വരുന്നുണ്ടെന്ന് തോന്നിയാൽ ആ വിഷയത്തെ ഒതുക്കാൻ പണ്ടൊക്കെ ഉണ്ടായിരുന്നു കണക്ക് പിടിച്ച് നാമം ജപിക്കണം.
ഇല്ലേ? കണക്ക് വിട്ട് നാമം ജപിച്ചാൽ പോരാഞ്ഞിട്ടല്ല, നാമം ജപിച്ചാൽ പോരാ, ഈ കയ്യെല്ലാത്തി കാണിക്കണ്ടേ. ആരെങ്കിലും വരികയാണെങ്കിൽ നാരായണ 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 കണക്ക് പിടിച്ചാൽ ഇങ്ങനെ ഓരോന്നും കാണിക്കും. ശത്രുക്കളൊന്നും നടത്തിയിട്ട് വരില്ല. ഇത് ക്ഷത്രിയനാണ് കയ്യിലെ ശോഭിക്കുന്നത്. അപ്പം ഇങ്ങോട്ട് ദ്രോഹിക്കാൻ വരുന്ന ആൾക്കാരെ അമർച്ച ചെയ്യാൻ ഈ കയ്യിന് സാധിക്കും. പരിപാലിക്കാനും ആശ്രയിക്കുന്ന ആൾക്കാരെ പരിപാലിക്കാനും രാജാക്കന്മാർ അങ്ങനെയാവണം. കാരണം ഈശ്വര സേവയ്ക്ക് തടസ്സമില്ലാത്ത രൂപത്തിൽ വേണം ഇവർക്ക് ഭരണം നടത്താൻ. സേവിക്കുന്ന ആൾക്കാരെ ദ്രോഹിക്കാനല്ല, സ്നേഹിക്കാനാവണം. ഇവരെല്ലാവരും കൂടിയാലേ ഈശ്വരസേവ പൂർണ്ണമാവുള്ളൂ. എല്ലാവരും അവരവരുടെ കർമ്മമാണ് ശരിക്കും ചെയ്യേണ്ടത്. കാരണം ക്ഷത്രിയന്മാരെ പ്രത്യേകിച്ചും ഇനി സപ്തമസ്കന്ധം വീണ്ടും പറയാനും പോലെ ക്ഷത്രിയന്മാര് ജനങ്ങൾക്ക് ഭയമില്ലാതെ കണ്ട് ജീവിക്കാനാവണം. അവർക്ക് ഈശ്വരനെ സേവിക്കാൻ ഭയമില്ലാതെ കണ്ട് ഈശ്വരനെ സേവിക്കാൻ സാധിക്കാൻ ക്ഷത്രിയന്മാരുണ്ടായാലേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ പറ്റില്ല. കാട്ടിലൊക്കെ പണ്ട് രാജാക്കന്മാർക്ക് നായാട്ട് പോയിരുന്നു. എന്ന് വെച്ചാൽ അവർ പോയി ദുഷ്ടമൃഗങ്ങളെ നശിപ്പിക്കാനാണ്. അവിടെ ഈശ്വരനെ സേവിക്കുന്ന ആൾക്കാർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കാനാണ് ക്ഷത്രിയന്മാർ രാജ്യഭരണം. അപ്പൊ അവർ അതുപോലെ തന്നെ കർമ്മം ചെയ്യണം. ഇങ്ങനെ പല പല ബുദ്ധിമുട്ടുണ്ടാവും. ഈ ബുദ്ധിമുട്ടൊന്നും ജനങ്ങളെ രക്ഷിക്കലാണ് ക്ഷത്രിയന്മാരുടെ കർത്തവ്യം. അതിനാണ് കൈകൾ. അവരും ഭഗവാൻ ഉണ്ടായത്. ആ ഭഗവാന്റെ കൈകളിൽ നിന്നാണ് ക്ഷത്രിയന്മാരുണ്ടായത്. ഈ കയ്യും മുഖമൊക്കെ വേറെയാണോ? ഒക്കെ കൂടിയാലേ ഒന്നാവുള്ളൂ. അപ്പൊ വേറെ വേറെ കണ്ടുപോകരുത്. അപ്പൊ എല്ലാവരെയും മറ്റു 3 വർണ്ണക്കാരെയും രക്ഷിക്കേണ്ട ചുമതല ക്ഷത്രിയന്മാർക്കാണ്. അതുപോലെ എല്ലാവർക്കും ഭക്ഷണം വേണം. ഭക്ഷണം ഇല്ലാതെ ജീവിക്കാൻ ആർക്കും പറ്റില്ല. ഭക്ഷണം ഉണ്ടാവണമെങ്കിൽ അതിന് വേണ്ട കൃഷി കച്ചവടമൊക്കെ നടത്താൻ ഭാഗം. എന്നാലേ ഇപ്പം എല്ലാവരും പൂജ കഴിക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഊണിക്കാൻ പോയാൽ ഭക്ഷണം വേണ്ടേ? ഭക്ഷണം ഇല്ലെങ്കിൽ അത്ര പൂജ ദിവസം പൂജ കഴിക്കും ഇല്ലേ? ഇനിയിപ്പോ രാജാക്കന്മാർ രക്ഷിക്കാൻ ആൾക്കാരുണ്ടെങ്കിലും അവർക്കും കുറച്ച് കഴിഞ്ഞാൽ പോയക്കാർക്കും ഭക്ഷണം വേണ്ടേ? വേണ്ടേ? അപ്പൊ ഈ കച്ചവടം, കൃഷിയും കച്ചവടമൊന്നും ഇല്ലാഞ്ഞാൽ ആർക്കൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ അത് വേണ്ട പോലെ കൊണ്ടു നടക്കാനാണ്. കൃഷി വേണ്ട പോലെ നടത്താനും അതുപോലെ കച്ചവടം വേണ്ട പോലെ നിർവഹിക്കാനൊക്കെയാണ് വൈശ്യൻ ചുമതല. അതാണ്. അതും തൊടയെന്നാണ് വൈശ്യന്മാരുണ്ടായത്. ജനങ്ങൾക്ക് ഭക്ഷണം, നല്ല ഭക്ഷണം. അപ്പൊ അവർക്ക് കുറച്ച് ലാഭമൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് സപ്തമസ്കന്ധം വൈശ്യന്മാർക്ക്. കാരണം അതിൽ സന്തുഷ്ടി ഉണ്ടാവരുതാണ്. അവർക്ക് കിട്ടിയത് മതിയെന്ന് തോന്നരുത്. അവർക്ക് പോരാന്ന് അത് 50 രൂപയ്ക്ക് സാധനം കാര്യപ്പെടുന്ന് വാങ്ങി ഇവിടെ വന്നിട്ട് 50 രൂപയ്ക്ക് വിറ്റാൽ കച്ചവടം വേഗം കേട്ടോ. അപ്പൊ അവർക്ക് 100 രൂപ കിട്ടിയാലേ നാളേക്കും. അപ്പൊ പോരാന്ന് അവർക്ക് തോന്നണം. പക്ഷെ അവരെ കർമ്മം ഉണ്ടായാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അവരും വേണം. ഇവിടെ ഈ സമൂഹത്തിൽ അവരും വേണം. പക്ഷെ അവർക്ക് കൊള്ള ലാഭം ഉണ്ടാവുന്നത് ഒരു മിതമായ ലാഭം കേൾക്കാവുന്നതാണ് അവരവസ്ഥ വന്നത്. പിന്നെ പദ്യം ഭഗവതോ യജ്ഞി ശുശ്രൂഷ ധർമ്മസിദ്ധയേ തസ്യാത പുരാ ശൂദ്രോ യദ്വൃത്യ തുഷ്യതേ ഹരി. പാദത്തുനിന്നാണ് ശൂദ്രന്മാരുണ്ടായത്. അതും അവരെ ധർമ്മം ഈ സ്വാദത്തിൽ നിന്ന് ഉണ്ടാവേണ്ടത് താണ ജാതിക്കാരൊന്നും ധരിക്കണ്ട. പാദത്തിൽ നിന്ന് അവർക്ക് ധർമ്മം മറ്റുള്ള 3 വർണ്ണക്കാരെയും സേവിക്കലാണ് മറ്റുള്ള ധർമ്മം. ബ്രാഹ്മണരെയും ക്ഷത്രിയരെയും വൈശ്യരെയും ശുശ്രൂഷിക്കലാണ് ശൂദ്രന്മാരുടെ ധർമ്മം. കാരണം പാദങ്ങൾ ഉണ്ടായത് ശൂദ്രൻ. അവ സേവിക്കാൻ വേണ്ടത് അവരെ ധർമ്മത്തില് ഈ പാദത്തിനുണ്ടായ ശൂദ്രന്മാരോട് ഭഗവാൻ അധികം സന്തോഷിക്കുന്നു. ശ്രീഹരി അധികം സന്തോഷിക്കുക അവരെ പ്രവൃത്തിയിലാണ്. കാരണം നമ്മളെ പ്രവൃത്തി എങ്ങനെയായാലും ശരിയാവില്ല.
എങ്ങനെ ആയാലും വേണ്ട പോലെയൊക്കെ ആയി വരണ്ടേ. പ്രത്യേകിച്ചും ബ്രാഹ്മണരുടെ കർമ്മങ്ങളൊക്കെ എങ്ങനെ ആയാലും വേണ്ട പോലെ ആവാൻ പറഞ്ഞിട്ടുണ്ട്. ക്ഷത്രിയന്മാരുടെ കാര്യം ഒക്കെ. എന്നാൽ ശൂദ്രന്മാരൊന്നുമില്ല, അത് പറഞ്ഞു ചെയ്യുക മാത്രമേ ഉള്ളൂ. അട്ടുവല പറഞ്ഞാൽ അട്ടുവല. ഇങ്ങനെ ഓരോ കർമ്മം ചെയ്യാൻ പറഞ്ഞാൽ അതും ഈശ്വരാർപ്പണമായിട്ട് പോലെ ഇളനീര്, നാളേക്ക് അപേക്ഷ ഇളനീര് വേണം തോന്നിയാൽ അത് എടുക്കാൻ പറ്റിയ ആളെ കണ്ടു അവരാ ഇളനീര് വൃത്തിയായിട്ട് കത്തിയൊക്കെ കഴുകിയിട്ട് ഇളനീര് വൃത്തിയായി കൊണ്ടുവന്ന് അത് വേണ്ട പോലെ പൊളിച്ച് നടക്കി കൊണ്ടുവച്ചാൽ അവർക്ക് അഭിഷേകം കഴിച്ച ഫലം. നമ്മളാണ് വേണ്ട പോലെ ചെയ്യേണ്ടതൊക്കെ നമ്മൾ തന്നെയാണ്. അപ്പം ഇവരുടെ പ്രവൃത്തിയിൽ ഭഗവാൻ പ്രത്യേകം സന്തോഷിക്കുന്നതാണ് ശൂദ്രന്മാരെ പ്രവൃത്തിയിൽ. അതാണ് ഏകാദശസ്കന്ധം പറയാനുണ്ട്. വിപ്രോ രാജന്യവൈശ്യോച്ച ഹരേ പ്രാപ്ത പദ അന്തികം. അതൊക്കെ ഭഗവാൻ എടുത്ത ആൾക്കാരാണെങ്കിലും ഭഗവാന്റെ കാരുണ്യം ഇവരിൽ ഇല്ലാന്ന്. അത് സ്ത്രീയ ശൂദ്രാദയശ്ചൈവ ഭവാദശം. ഭഗവാന്റെ കാരുണ്യം സ്ത്രീകളോടും ശൂദ്രന്മാരോടുമാണ്. കാരണം അവർക്ക് പ്രതി കർമ്മം ചെയ്യാനില്ല. അവർക്ക് ഈശ്വരസേവ മാത്രമേ ഉള്ളൂ, മറ്റൊന്നും നോക്കണ്ട. മറ്റേ കർമ്മം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇങ്ങോട്ട് അഹങ്കരിച്ച് വേണ്ടാതെ അപകടമാവണമെന്നാണ് ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും പട്ടേലൊക്കെ അവിടെ പറഞ്ഞവൻ ഭഗവാനും എന്നെ ഈ കൂട്ടത്തിൽ പെടുത്തരുതെന്നാണ്. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരും അവനവന്റെ ധർമ്മം ഭംഗിയായി ചെയ്താൽ എല്ലാം ഈശ്വരൻ സന്തോഷിക്കും. തസ്യാം ജാത പുരാശൂദ്രോ യദ്വൃത്യാ തുഷ്യതേ ഹരി ഏതേ വർണ്ണ സ്വധർമ്മേണ യജന്തി സ്വഗുരും ഹരിം ശ്രദ്ധയാത്മവിശുദ്ധ്യർത്ഥം യജ്ഞാതാസഹ വൃത്തിഭി. ബ്രാഹ്മണരും ക്ഷത്രിയരും വൈശ്യരും ശൂദ്രനും 4 വർണ്ണം പ്രധാനമായിട്ട്. പിന്നെ വേറെ വർണ്ണങ്ങളൊക്കെ ഉണ്ടായത് ചെയ്യരുതാത്ത പ്രവൃത്തി ചെയ്തിട്ട് അധപ്പതിച്ച് പോവുകയാണ്. 4 വർണ്ണേ ഭഗവാൻ പറഞ്ഞുള്ളൂ. പിന്നെ 5ഉം 6ഉം 10ഉം 100ഉം ഒക്കെ ആവാൻ കാരണം ചെയ്യാൻ അർഹതയില്ലാത്ത കർമ്മങ്ങൾ വേണ്ടാത്ത ഓരോന്നും ചെയ്തിട്ട് ഇപ്പൊ ബ്രാഹ്മണന് ക്ഷത്രിയ കന്യകയിൽ സന്തതിണ്ടായാൽ ക്ഷത്രിയനാണ് പറയാം. ക്ഷത്രിയന് ബ്രാഹ്മണ കന്യകയിൽ സന്തതിണ്ടായാലോ ഈ 4ഉം പെടില്ല. ഏറെ അതിനിഷ്ടമില്ല. അത് പറയാൻ പറ്റും. അതുപോലെ ക്ഷത്രിയന് വൈശ്യജാതിയിലുണ്ടായാൽ വൈശ്യൻ എന്ന് പറയാം. ഈ വൈശ്യന് ക്ഷത്രിയല്ലോ ബ്രാഹ്മണല്ലോ ഉണ്ടായാലോ ഇഷ്ടമില്ല, പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ടാണ് പുതിയത് ഓരോന്നായിട്ട് ഉണ്ടാവാൻ കാരണം പ്രധാനമായിട്ട് ഭഗവാന്റെ അഭിപ്രായം 4 കർമ്മങ്ങളുള്ളൂ. ഈ 4 വർണ്ണങ്ങളും ഈശ്വരാരാധനയാണ് അവരുടെ പ്രധാന മാർഗം. ഈശ്വരനെ അവരവരെ കർമ്മങ്ങളിൽ കൂടിയിട്ട് ഏതേ വർണ്ണ സ്വധർമ്മേണ സ്വന്തം ധർമ്മത്തിൽ കൂടി യജന്തി സ്വഗുരും ഹരിം ശ്രീഹരിയെ പൂജിക്കാൻ ശ്രദ്ധയോടുകൂടി കർമ്മം ചെയ്താൽ സാധ്യ എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് ഫലം. അങ്ങനെ കർമ്മം ചെയ്താൽ ഉണ്ടാവുന്നത് ഭഗവാൻ സന്തോഷിക്കുന്നു. അവർക്ക് ഭഗവാൻ സന്തോഷിച്ചാൽ അവർക്ക് മനഃശുദ്ധി വരണു. കർമ്മത്തിൽ അവര് മോചനം നിർത്തും. അപ്പൊ മനഃശുദ്ധി വന്ന ശ്രീഹരിയെ ആശ്രയിക്കാൻ അവനവന്റെ ധർമ്മം ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കാൻ സാധിക്കാം. ഏതൽ ക്ഷത്ര ഭഗവതോ ദൈവകർമാത്മരൂപിണ കശ്രദ്ധ്യാതുഭാഗത്വം യോഗമായാബലോദ്യം. അതുകൊണ്ട് വിതുര ചെയ്യേണ്ടത് ഈ കാലത്തിനും കർമ്മത്തിനും സ്വഭാവത്തിനും അനുസരിച്ചാണ് ഓരോ ദിക്കും ഓരോ അവസ്ഥയാണ് കർമ്മമുണ്ട്. അപ്പൊ ഇവിടൊക്കെ മുങ്ങി കുളിച്ചാലേ ശുദ്ധ ആവുള്ളൂ എന്നിരിക്കെ ബദരിയിലൊക്കെ പോയാൽ അവിടെ ഇവിടുത്തെ അല്ല. ഇവിടെ ഷർട്ടൊക്കെ ഊരിയാലേ ശുദ്ധമുള്ളൂ. അവിടെ ഷർട്ടിട്ടാണ് പൂജ. ഡൽഹിയിലൊക്കെ ഷർട്ടിട്ടിട്ട് ബദരി പോയാൽ ആവർത്തി പോലും അവരുടെ ആചാരം അങ്ങനെയാണ്. ഓരോദിക്ക് ഓരോ സമ്പ്രദായം. അവിടെ എങ്ങനെ മതി, ഇവിടെ എങ്ങനെ വേണം, അവിടെ എങ്ങനെ മതി. ഓരോ ദിക്കലും കാലം ദേശം അവസ്ഥയ്ക്കനുസരിച്ച് ഭഗവാൻ പറയേണ്ട അതിനനുസരിച്ച് ചെയ്യണം. അതനുസരിച്ച് അവരവരുടെ ധർമ്മം വേണ്ട പോലെ ചെയ്താൽ എല്ലാവരിലും ഈശ്വരന്റെ അനുഗ്രഹം ഉണ്ടാവുന്ന. മറ്റുള്ളവരെ കർമ്മം ചെയ്യല്ല, അവനവന്റെ കർമ്മം ശ്രദ്ധയോട് കൂടി ചെയ്യുക. മറ്റുള്ളവരെ കർമ്മം ചെയ്യാതിരിക്കുക. ഇന്ന് നേരെ വിപരീതമായി മാറിയുന്ന
ബ്രാഹ്മണരൊക്കെ മറ്റുള്ളവരെ കർമ്മം ചെയ്യുക, മറ്റുള്ള ആൾക്കാരൊക്കെ ബ്രാഹ്മണ കർമ്മം ചെയ്യുക. നമ്മളെ കലക്കത്തെ പോയപ്പോഴേ കണ്ടത് പൂണൂരിട്ട ആള് മറ്റുള്ള ആളെ നടക്കാനും വയ്യ, പൂണൂലൊക്കെ കാണിക്കാനും വയ്യ, അതിന്റെ മേലെ മുണ്ട് കിട്ടിയിട്ടാണ്. പൂണൂല് കാണിക്കാനും വയ്യ, കാണിക്കാതിരിക്കാനും വയ്യ, മറ്റുള്ളവരൊപ്പം നടക്കാനും വയ്യ, നമ്മളൊപ്പം കൂടാനും വയ്യ. ഇല്ലേ, ഇങ്ങനെ അവസ്ഥയില്ലേ? അപ്പൊ എന്താ വെച്ചാൽ അവനവന്റെ കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ, മറ്റുള്ളവരുടെ കർമ്മം നമുക്കും അതേ പൂണൂലില്ലാതെ നടക്കാൻ വയ്യ, മറ്റുള്ള ആൾക്കാരെ പൂണൂൽ ഉണ്ടായാലും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ അവനവന്റെ കർമ്മം ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാൻ സാധിക്കാം. അങ്ങ് ഈശ്വരാർപ്പണമായി ചെയ്യാൻ എല്ലാവർക്കും ഒന്നുപോലെ ചെയ്യാൻ മറ്റൊരു മാർഗമുണ്ട്. ഈ 4 വർണ്ണത്തെ ആൾക്കാർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ മാർഗം അങ്ങനെയൊക്കെ ആണെങ്കിലും വീണ്ടും വരാൻ സംബോധന ചെയ്യേണ്ടത്. ഇങ്ങനെയൊക്കെ ഓരോരുത്തർ ധർമ്മം പ്രത്യേകം പറഞ്ഞെങ്കിലും ഈ എല്ലാവർക്കും പറ്റിയ മാർഗം കീർത്തിം ഹരേ സ്വാം സൽക്കർത്തും ഏതൊരാൾക്കും പറ്റിയ മാർഗമാണ്. ഹരേ നാരായണ ഹരേ. ബ്രാഹ്മണനാവാം, ചണ്ടാളനാവാം, സ്ത്രീക്കാവാം, ക്ഷത്രിയനാവാം, വൈശ്വനാവാം, ശൂദ്രനും ഒക്കെ ആവാൻ പറ്റിയ മാർഗമാണ് ശ്രീഹരിയെ കീർത്തിക്കാം ഏതൊരാൾക്കും. അന്ന് സ്വാമിയാർ വന്നപ്പോ പറയുണ്ടായിട്ടുണ്ട്, പട്ടേല് സ്വാമിയാര് വന്നപ്പോഴാണ് എല്ലാവരും അവസാനം കാലൊക്കെ കഴിഞ്ഞ തീർത്ഥം പുറപ്പെട്ടപ്പോൾ നമസ്കരിച്ചിട്ട് വേണ്ടേ. അപ്പൊ സ്വാമിയാർ പറഞ്ഞു, ഉണ്ണി നമസ്കരിക്കണ്ട കേട്ടോ. പറഞ്ഞൊക്കെ ശരിയാണ്, ഉണ്ണി ബ്രഹ്മചാരിയാണ്. അതുകൊണ്ടാ പറഞ്ഞത് ബ്രഹ്മചാരി. അദ്ദേഹം മനസ്സിലായി ബ്രഹ്മചാരി അവസ്ഥ ഇതിലൊക്കെ ഉയർന്ന അവസ്ഥയാണ്, ഇതിലൊക്കെ ഉയർന്ന അവസ്ഥ. സ്വാമിയെ പറഞ്ഞു പറഞ്ഞൊക്കെ ശരിയാ. ഞാൻ പറഞ്ഞു നമസ്കരിക്കാൻ പറഞ്ഞു. ആ പറഞ്ഞത് എന്താ എന്നാലും കാരണം നമ്മളെ അത്രയും വരുന്നിട്ടില്ല, അറിവുള്ള ആളാ. ശരി, അപ്പം ഈ എല്ലാവർക്കും പറ്റിയ ആൾക്കാർ ധർമ്മമാണ്. ഏതൊരവസ്ഥയിൽപ്പെട്ട ആൾക്കും ഒരുപോലെ ചെയ്യാൻ പറ്റിയ ധർമ്മം ഭഗവാന്റെ തിരുനാമം കീർത്തിക്കുക, ഭഗവാന്റെ കഥകൾ പാടാൻ, കഥ കീർത്തിക്കാത്ത ഏത് ആദ്യ ബ്രാഹ്മണനാവാം ഒന്നും അല്ലാത്ത ആൾക്കാർക്കും ഒരുപോലെ പറ്റിയ മാർഗം യഥാമതീയഥാശ്രുതം കീർത്തിം ഹരേ സ്വാം സൽക്കർത്തും ഇരമന്യാഭിലാസതി. അതങ്ങനെ മുഖത്തിന്റെ നാവിൽ കൂടിയിട്ട്, ഈ നാവ് എന്തിന് ഭഗവാൻ തന്നു ചോദിച്ചാൽ, ഈ നാവിൽ കൂടിയിട്ട് ഭഗവാന്റെ വിശേഷപ്പെട്ട കഥകളെ, ഭഗവാന്റെ തിരുനാമങ്ങളെ കീർത്തിക്കുക, കാതും അതിൽ ഭാഗത്ത് വെക്കുക. ഇത് കേൾക്കുക, ആരെയും കീർത്തിക്കാണ്. ഏതൊരാൾക്കോ, ഏത് യാഗിനിയുടെ ബ്രാഹ്മണനും സോമ്യാജിക്കും ആവാം, ഒന്നും അല്ലാത്ത ആൾക്കും പറ്റിയ മാർഗം ഏത് തന്ത്രിക്കും ആവാം, അല്ലാത്ത ആൾക്കും ആവാം, ഏത് മന്ത്രിക്കും ആവാം. ഏതൊരാൾക്കും പറ്റിയ മാർഗമാണ് ഭഗവാന്റെ കഥ കേൾക്കുക, ഭഗവാന്റെ കഥകൾ പാടുക, ഭഗവാനെ കീർത്തിക്കുക. എന്നാൽ എന്ന് മെല്ലെ കീർത്തിച്ചാൽ പോരെ, മെല്ലെ കീർത്തിച്ചാൽ പോരായിട്ടല്ല. പക്ഷെ നമുക്കൊന്നും അങ്ങനെ മനസ്സ് നിൽക്കില്ല. നമ്മൾ സാധാരണക്കാരൻ അങ്ങനെ 1 മണിക്കൂർ നാമം ജപിക്കാൻ പുറപ്പെട്ടാൽ ആ 1 മണിക്കൂർ ഉറങ്ങുണ്ടാവുക. എല്ലാവരും കൂടി 1 മണിക്കൂർ ഇത് നാമം ജപിക്കാൻ പുറപ്പെട്ടാൽ എല്ലാവരും ഉറക്കം കൂടി പോയിട്ട് എല്ലാവരും ഒന്നിച്ച്. അപ്പൊ അതിന് പറ്റിയ മാർഗം ഭഗവാന്റെ കഥകളാണ്. ഉറക്ക ഭഗവാന്റെ നാമം കീർത്തിക്കുക. എന്നാൽ എല്ലാവരെയും ശുദ്ധീകരിക്കാൻ പറ്റിയ മാർഗമാണ് കീർത്തിം ഹരേ സ്വാം സൽക്കർത്തും ഇരമന്യാഭിലാസതി. ഇതാണ് വാസ്തവം ലാഭം. ജീവിതത്തിൽ ലാഭം എന്താന്ന് ചോദിച്ചാല് ഏകാന്ത ലാഭം. വചസോന്നു പുംസാം ശുശ്രോതമൗലേയ ഗുണവാദമാഹു സുദേശ വിദ്വദ്ഭിരുപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം. ഏറ്റവും ലാഭം ഏകാന്ത ലാഭം. ലാഭം ഇഷ്ടിലാഭമുണ്ടോ? ഏകാന്തമായിട്ട് പറയുന്ന ലാഭം എന്താണെന്ന് മനുഷ്യർക്ക് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അതാണ്. മറ്റു ജീവജാലങ്ങൾക്കൊന്നും നാമം ജപിക്കാൻ ഗുരുവായൂരിലെ കേശവന് ഗുരുവായൂർക്ക് എന്നുള്ളിക്കാൻ പറ്റും. നാമം ജപിക്കാനോ
കുറെ നേരമായി എഴുന്നേക്കാൻ പറ്റുമ്പൊക്കെ പറ്റുമായിരിക്കാൻ നല്ലാതെ കണ്ട് നാമം ജപിക്കാൻ നാവുള്ള ആൾക്ക് നമുക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും ലാഭം എന്താന്ന് ചോദിച്ചാൽ പരമ പ്രയോജനം നമുക്ക് തന്നെയാണ്. ഭഗവാന്റെ വാത്സല്യം കാണിക്കുന്ന ഗുണങ്ങളെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ കീർത്തിക്കാൻ സാധിക്കാൻ, കീർത്തിക്കുന്ന കേൾക്കാൻ സാധിക്കാൻ. അപ്പൊ നാവും കാതും അത് ഒന്നിച്ച് വെക്കാൻ പറ്റില്ലേ? ആരെയും കീർത്തിക്കാണെങ്കിൽ ഇപ്പൊ നമ്മളിപ്പോ നാമം ജപിക്കുമ്പം ജപിക്കുക മാത്രമല്ല ചെയ്യുന്നത്, ഈ ഇന്ദ്രിയങ്ങൾ മുഴുവൻ അവിടെ ഉറച്ചു നിൽക്കണം. മറ്റുള്ളവരുടെ ജപം കേൾക്കുന്നുണ്ട്, നാവ് കൊണ്ട് ജപിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉറക്ക ജപിക്കുമ്പോഴേക്ക് നമ്മുടെ ഉറക്കൊക്കെ പോകണു, നമ്മൾ ആ സ്വരൂപത്തെ ഉള്ളിൽ കാണാൻ സാധിക്കും. അപ്പൊ ഭഗവാന്റെ ലീലകളാണ് ഇതിൽ കൂടിയിട്ട് ഏറ്റവും ലാഭമായിട്ട് ഭാഗവതം തത്വം അറിയുന്ന ആൾക്കാരൊക്കെ മൈത്രേയ മഹർഷിക്കാണ് പറയുന്നത്. തത്വം താത്വികനായ മൈത്രേയ മഹർഷിയൊക്കെ പറയുന്നത് ഇതിനേക്കാൾ ലാഭം വേറെ ഒന്നുമില്ല. ഇതിനേക്കാൾ ലാഭം ഏകാന്തലാഭം വചസോനുപുംസം സുശ്ലോകമൗലേ ഗുണവാദമാഹു സുദേഷ്ടവിദ്വദ്ഭിരുപാകൃതായ കഥാഹുധായാം ഉപസംപ്രയോഗം. അങ്ങനെ ആവുമ്പോ പ്രത്യേകിച്ച് സപ്താഹത്തിലെ സമാപന വേളകൾ ഉണ്ടാവും വായനയില്. ചിലതൊക്കെ പറയും കേൾക്കാൻ 12ാം അധ്യായം ചോദിക്കും, അത് കേൾക്കാൻ വേണ്ടിട്ട് മതി. അതെനിക്ക് വരാൻ പറ്റുന്നുണ്ടല്ലോ, അതെനിക്ക് വരാൻ പറ്റുന്നുണ്ടല്ലോ എന്ന ഭാവത്തില് അങ്ങനെ 12ാം അധ്യായമൊക്കെ വായിക്കുമ്പം അതിൽ എല്ലാവരും പറയും, അത് അവസാനം കഥ പറയും, അവസാനം പറയും ഹരയേ നമ ഉച്ചതേന്ന് പറഞ്ഞാല് ഈ ആൾക്കാര് മുഴുവൻ പാപം പോകുന്ന എല്ലാവരും മോഹമുണ്ട്. പക്ഷേ പല പല പ്രാരബ്ധം കൊണ്ടും മുഴുവൻ കേൾക്കാൻ വരാൻ പറ്റാതിരിക്കുക. വേണ്ട, ഇത് മാത്രം മതി. ഹരയേ നമ, ഇത് മാത്രം മതി എന്നാ. ഹരിക്കായി 28 എന്നാണ് അക്കം അല്ലേ? 28 എന്ന് പറയാൻ കാരണം നമ്മൾക്ക് പ്രധാനമായിട്ട് 28 ഗ്രന്ഥങ്ങളാണ്. പ്രധാനമായിട്ട് കുറച്ചൊക്കെ പ്രധാനമാണെങ്കിലും 4 വേദങ്ങള്, 6 ശാസ്ത്രങ്ങള്, 18 പുരാണങ്ങൾ. ഈ 28 ആധ്യാത്മിക ഗ്രന്ഥങ്ങളും പാരായണം ചെയ്ത ഫലമാണ് ഈ ഹരേ നമ. അതുകൊണ്ട് ആ ഗ്രന്ഥത്തെ മുമ്പ് പറയാല്ല, മുമ്പ് പല ദിക്കിലും ശ്രീഹരിയുടെ നാമത്തെ പറഞ്ഞെങ്കിലും അവിടെ ഉറപ്പിക്കുന്നുണ്ട്. അത് മാത്രം മതി ഉറക്കച്ച് കിട്ടിയെന്ന്. എന്നാ എല്ലാ കഥ പറയുമ്പോ അതോ പറഞ്ഞ പോലെ മറ്റുള്ളത് കേൾക്കുമ്പം ഭാഗവതം പറഞ്ഞ കഥകൾ മുഴുവൻ കേൾക്കും ഒന്നുകൂടി. എന്നിട്ടാണ് നാമം ജപിക്കാൻ പറയുന്നത്. അതോടുകൂടി ശുദ്ധ ആവണമെന്നാ. ഏതൊരാളായിക്കോട്ടെ ഇത് കേട്ട് കഴിഞ്ഞാൽ ശുദ്ധാവും. അപ്പൊ ഏറ്റവും ലാഭം ഭഗവാന്റെ കഥകൾ സമാപന വേളയ്ക്കാവുമ്പം നമ്മളൊക്കെ ഭഗവത് കാലം കൂടാൻ പുറപ്പെടുമ്പം കർപ്പൂരം കുറെ കത്തിക്കുക, വർക്ക് വെക്കുക പതിവില്ലേ? എന്തിനാണ് ആ സമയത്തെങ്കിലും ഒന്ന് തൊഴാനും നമസ്കരിക്കാനും സാധിച്ചാൽ. മുഴുവൻ പറ്റിയില്ലേ? വേണ്ട. അമ്മ പറയും, ഓ നീയും മുഴുവൻ ചെയ്താട്ടോ ഇല്ലേ? കാരണം നമ്മളോട് അമ്മയ്ക്ക് നമ്മൾക്കൊന്നും അറിയില്ലെങ്കിലും നമ്മളോട് കാരുണ്യം, എന്റെ കാര്യം എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം ഇല്ലേ? തോന്നിയാ മതി. ആ ഉള്ളിൽ അങ്ങനെ തോന്നിക്കഴിഞ്ഞാൽ തോന്നുന്നുണ്ട്. അതുകൊണ്ടാവും നിനക്കെ ഇല്ലേ? നമ്മളൊക്കെ പോരായോണ്ട് ആൾക്കാരാണ് മുഴുവൻ വേണ്ട പോലെ എത്താൻ പറ്റിയിട്ടില്ലെങ്കിലും ഇപ്പൊ മാസം ഞങ്ങൾ കൂടി പോലെ ദിവസം പൂജ ഇഷ്ടത്തിന് പണ്ട് എല്ലാ ദിവസവും പുഷ്പാഞ്ജലി ഉണ്ടായിരുന്നു അല്ലേ? അതെന്ത് എത്താൻ പറ്റുക? അത് തൊഴിൽ നമസ്കരിച്ച് പോരുക. ഭഗവതി അമ്മ സന്തോഷം എത്രയേ ഉള്ളൂ. ആ ഭഗവതി സന്തോഷം അത് മാത്രമേ നമുക്ക് വേണ്ടൂ. അത് നമ്മൾക്ക് എന്താ ഇത് വാസ്തവം, നമ്മളിൽ എന്താ വാസ്തവം? ഒന്നും വാസ്തവം ഇല്ല. ഇങ്ങനെ കാരണവന്മാർ ചെയ്തിട്ടുള്ള നന്മ കൊണ്ടാണ് ഇതൊക്കെ നമ്മള് അവര് നല്ലതായി കൊണ്ടുവച്ചു. ഇപ്പൊ സാഹചര്യം കൊണ്ട് ബുദ്ധിമുട്ടായപ്പോ നമ്മള് മുടക്കാതെ കണ്ട് മാത്രമേ വേണ്ടൂ. ആ ഒരു വിശ്വാസം നമുക്ക് ഉണ്ടാവണം. ഇവിടെ ലാഭം ഇത് തന്നെയാണ് വാസ്തവം. ഇത് കേൾക്കുക. സ്വദേശ വിദ്വദ്ഭിരുപാകൃതായാം കഥാസുധായാം ഉപസംപ്രയോഗം ആത്മനോപസിതോ വത്സ മഹിമാകവിനാദിനാസഹസ്രാന്തേ ധിയായോഗ ഭക്വയ. അങ്ങനെ ശ്രീ ഭഗവാന്റെ മാഹാത്മ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാം ഇത് സൃഷ്ടിക്കുന്നതും രക്ഷിക്കുന്നതും സംഹരിക്കുന്നതും ആ ശ്രീഹരിയാണെന്നുള്ള ഉറപ്പില് ഭഗവാനെ സേവിച്ചുകൊണ്ട് ബുദ്ധിയെ ഭഗവാനിൽ ഓർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെ നാമത്തെ
പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ ആർക്കും സാധിക്കില്ല. എങ്കിലും ആളുകൾ എന്നു ഉൾക്കൊണ്ടപോലെ അത് മനസ്സൊന്നും പോവാതെ കണ്ട് ഉള്ളിൽ വയ്ക്കാൻ കുറച്ചെന്തെങ്കിലും ഭഗവാന്റെ കഥകളെ എന്നും പാടുക, എന്നും കുറച്ചെന്തെങ്കിലും ഭഗവാന്റെ കഥകൾ കേൾക്കുക, എന്നും കുറച്ചെന്തെങ്കിലും ഭഗവാന്റെ തിരുനാമം എന്നും കുറച്ച് നീച്ചൂടെ. അതൊന്നും വേണ്ട, ഒരു 5 മിനിറ്റ് എല്ലാവരും കൂടി എന്നിട്ട് നീച്ചൂടെ. ഇല്ലേ 5 മിനിറ്റ് വേണ്ട, ഒരു 2 മിനിറ്റ് വേണ്ട, 1 മിനിറ്റ്. ഈ കൂട്ടാൻ പറ്റിയ വേണ്ട, വേറെ വേറെ ആയിക്കോട്ടെ. എല്ലാവരും കരുതാ ഞാൻ ഒരു 5 മിനിറ്റ് നാമം ജപിക്കും, ഒറ്റയ്ക്കായിക്കോട്ടെ. ഇല്ലേ കുളിക്കാൻ പോകുമ്പോൾ ജപിക്കാം, കുളിച്ച് വരുമ്പോൾ ജപിക്കാം, അഭിഷേകം കഴിക്കുമ്പോൾ ആവാം, അതിന്റെ മറ്റു സമയത്തൊക്കെ സമയത്തും ഭഗവാൻ നാമം ഏത് ദിക്കെന്നും ഭഗവാൻ നാമം കീർത്തിക്കണം. ഒരു ഭഗവാനും ഒരാക്ഷേപം. ഏത് പൂജ കഴിഞ്ഞാലും ഏത് ധാര കഴിഞ്ഞാലും അവസാനം അഷ്ടാക്ഷരം ജപിക്കാനാണ് പറയുന്നത്. നമ്മൾ ഒന്നുകൂടി പറയുന്നുണ്ട്. കാരണം ചിലരൊക്കെ പറയാറ് ചെയ്യാറ് മണ്ഡപത്തില് പൂജ തുവി നമസ്കരിക്കുമ്പം മൂലം ജപിക്കണം എന്നൊക്കെയാണ് പറയാറ്. ഭഗവാന്റെ മൂലം ജപിക്കുന്ന ഇവിടെ ഞങ്ങളോട് പറഞ്ഞത് അഷ്ടാക്ഷരം ജപിക്കണം. എന്നാൽ ശരിയല്ലേ, അത് ഏതാണ്ട് കുഴപ്പമില്ല. അപ്പൊ അഷ്ടാക്ഷരം അത്ര പ്രാധാന്യമായിട്ടാണ് പറയുന്നത്. അങ്ങനെ ആയിക്കഴിഞ്ഞാല് ഇവിടെ പിന്നെ സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. എന്ത് വിചാരിച്ചാലും നല്ല കാര്യമാണെങ്കിൽ ഈശ്വരൻ അനുകൂലമായിട്ട് വരും. അതോ ഭഗവതോ മായിനാമഭിമോഹിനി യസ്വയം ചാത്മവത്മാത്മാ നവേദ കിമുദാവരെ. ആർക്ക് ഭഗവാനെ പറ്റി അറിയും? നവേദ. ഒരാൾക്കും ഭഗവാനെ പറ്റി അറിയില്ല. ഇങ്ങനെ അറിയണമെന്ന് വിചാരിച്ച് ശ്രമിച്ചാൽ ഭഗവാന്റെ മായ വരും. കുറേശ്ശെ ഭാഗവതം മനസ്സിലാക്കിയെന്ന് തോന്നുമ്പോഴേക്ക് ഭഗവാന്റെ മായ. അതോ ഭഗവതോ മായിനാമഭിമോഹിനി. മായയുടെ പ്രത്യേകത മോഹിനി അവതാരം. മോഹിനിയെ പോലെയാണ് മായ. ഈ മായ വന്നു കഴിഞ്ഞാൽ, മോഹിനിയെ പോലെ മായ വന്നു കഴിഞ്ഞാൽ ഒക്കെ അറിഞ്ഞു പോകും. മോഹിനി എന്നുള്ള ഭഗവാന്റെ സ്വരൂപത്തെ കണ്ട് എല്ലാം അറിഞ്ഞ മഹാദേവൻ പോലും ഒന്നും അറിയാത്ത ആൾക്കാരില്ല. ഒക്കെ അറിഞ്ഞ മഹാദേവൻ പോലും പിന്നാലെ പോയ രംഗമാണ്. എങ്കിലും മഹാദേവൻ ജ്ഞാനം കൊടുത്തു. കാരണം തെറ്റ് പറ്റിയും തോന്നി. തെറ്റ് പറ്റിയും തോന്നി മായാണെങ്കിലും ഞാൻ എന്തൊക്കെയോ എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് തോന്നിയപ്പോഴാണ് അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. എന്ത് പറ്റാനാ? ദേവന്മാരിൽ അങ്ങ് മഹാദേവനാണ്. കാരണം എന്റെ മായയെ ജയിച്ചു. പറ്റിയും തോന്നിയില്ലേ? അല്ലേ? കാരണം ജയിക്കാൻ ആർക്കും സാധ്യമില്ലെങ്കിലും മഹാദേവൻ ജയിച്ചു. മായയെ ജയിക്കാൻ സാധിച്ചു. കാരണം മോഹിനിയുടെ പിന്നാലെയാണ്. വേറെ ആരെങ്കിലും പോയിട്ടുണ്ടോ ഒപ്പം? വേറെ ദേവി ഒപ്പം ഉണ്ടായിരുന്നു, കുട്ടികളൊപ്പം ഉണ്ടായിരുന്നു. ആരെങ്കിലും ഒപ്പം പോയിട്ടുണ്ടോ? എല്ലാ മായയും നശിപ്പിച്ച ആൾക്ക്, കാമദേവനെ പോലെ നശിപ്പിച്ച ആൾക്ക് ഭഗവാനിന്റെ പിന്നാലെ പോകാൻ സാധിക്കുള്ളൂ. എല്ലാ മായയും ഒതുക്കാൻ സാധിച്ച ആൾക്ക് ഭഗവാന്റെ പിന്നാലെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ ആ മോഹിനിയാവുന്ന മായ പ്രയോഗിക്കും. അതുകൊണ്ട് ഇതൊന്നും വാസ്തവം മനസ്സിലാവില്ല. ഭഗവാൻ എത്രയൊക്കെ ഭഗവാനെ പറ്റി പറഞ്ഞാലും ഒന്നും ഒരാൾക്കും മനസ്സിലാവില്ല. കാരണം ഭഗവാനെ പറ്റി പറയാൻ പറ്റില്ല. അതെ, മനസ്സിലാവണമെങ്കിൽ പറയാൻ പറ്റണ്ടേ? പറയാൻ പറ്റില്ല. പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കിയെന്ന ഏതോ പ്രാപ്യന്തി വർത്തം ദേവാജഷ്ട മനസാ സഹ അഹം ജാന്യൈ മേ ദേവാ തസ്മൈ ഭഗവതേ നമഃ. ഇത് ഭഗവാൻ പ്രാപിക്കാൻ വേണ്ടിയിട്ട് വാക്കിനെ കൊണ്ട് ഭഗവാനെ പറയാൻ പറ്റുമോ? ഇന്ന പോലെയാണ് ഭഗവാൻ എന്ന് പറയാൻ പറ്റുമോ? വാക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റാണ്ട് ഇങ്ങോട്ട് വന്നു. അവിടെ പ്രവേശനമില്ല. മനസ്സ് പോയി നോക്കിയെന്ന ചിന്തിക്കാൻ പറ്റുമോ ഭഗവാനെ? ഒരു ചിന്തയ്ക്കും അതിന്റെ അപ്പറാ ഭഗവാൻ നിൽക്കുന്നത്. തിരിച്ചിങ്ങോട്ട് വന്നു. ഒറ്റക്ക് പോയാലല്ലേ ബുദ്ധിമുട്ടെന്ന് ഭാവം. രണ്ടുപേരും കൂടി പോയി. മനസാ സഹ. രണ്ടുപേരും പോയിട്ടും ഞാനുള്ള ഭാവവും കൂടി പിന്നാലെ പോയി എന്നാണ്. അഹഞ്ച അന്യ ഇമേ ദേവ. ഞാൻ പോയിട്ടും ആർക്കും മനസ്സിലായിട്ടില്ല കേട്ടോ. അപ്പൊ ഈ നല്ല മാറ്റം എന്താന്ന് ചോദിച്ചാൽ ഇത് അന്വേഷിക്കാൻ പോവല്ല. ഭക്തി കൊണ്ട് മാത്രമേ ഭഗവാനെ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ആ സർവേശ്വരനായ ഭഗവാൻ നമ്മ ഒരു കാര്യം ചെയ്യാം.
തസ്മൈ ഭഗവതേ നമ ഒന്ന് നമസ്കരിച്ചുകൊണ്ട് ഇപ്പൊ നിർത്താം. ഭഗവാൻ നമസ്കരിച്ചുകൊണ്ട് ചായ കഴിക്കാം. സർവത്ര ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ ഹരേ ഗുരുവായൂരപ്പ. ഒരു വിജയദശമി വിദ്യാരംഭം കൂടി ശ്രീമദ് ഭാഗവത വേദിയില് ഭഗവാന്റെ മായിനാമഭിമോഹിനി, എല്ലാ മായകളെയും അറിയുന്ന ആ മഹാത്മാക്കളെ പോലും മോഹിക്കുന്നതാണ് ഉണ്ണി ശ്രീ ഗുരുവായൂരപ്പന്റെ മായ എന്ന മൈത്രേയ മഹർഷിയുടെ ആ വലിയൊരു ഉപദേശത്തെ അനുഗ്രഹിച്ചെന്ന ആചാര്യ പാദങ്ങളിൽ സാഷ്ടാംഗം നാമങ്ങൾ അർപ്പിക്കാം. അല്പസമയത്തിന് ശേഷം 4:15 കൂടി നമുക്ക് വീണ്ടും ഈ സൃഷ്ടി പ്രക്രിയയിൽ മൈത്രേയ മഹർഷിയും വിതുരമഹാശയനും കൂടി എങ്ങനെ മുങ്ങിയിരിക്കുന്നതായ ആ ഭഗവാന്റെ സൃഷ്ടിയിലേക്ക് നമുക്ക് എത്താൻ ശ്രമിക്കാം. നാളെ ഒരു ഏകാദശി പുണ്യസുദിനം ശ്രീമദ് ഭാഗവതം നമുക്കൊരു അനുഭവമായി വരണേ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിക്കാം. ഹരേ ഗുരുവായൂരപ്പ. നോക്കണം, നിന്നാ പോയി സമയം കഴിക്കും. പുല്ലരിയനെ